ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ കളർ ഓഫ് ഡെത്ത്, അധ്യായം 29. കാളിച്ചരൺ പൊടുന്നനെ മണിക്കുട്ടൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കണ്ടെയ്നർ ലോറികൾക്കിടയിലേക്ക് മാറി. ശേഷം തല നീട്ടി നോക്കി. ജാക്സൺ അലിമാവോ ഒരു ഫോട്ടോ എടുത്ത് അവിടെ ഇരുന്ന ഡ്രൈവർമാരെയും കടയുടമയെയും കാണിക്കുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ഇതുവഴിയെങ്ങാനും വന്നിരുന്നോ? അവർ ഫോട്ടോ വാങ്ങി നോക്കി. ഇല്ലല്ലോ. കുഴപ്പക്കാരനാണോ ഇവൻ? കാണുകയാണെങ്കിൽ ഞങ്ങൾ പോലീസിൽ അറിയിക്കണോ? വേണ്ട. പറഞ്ഞത് റോക്കി അലിമാവോയാണ്. ഞങ്ങളുടെ ഒരു ജോലിക്കാരനാണ് ഇവൻ. കാത് കേൾക്കത്തുമില്ല, സംസാരിക്കത്തുമില്ല. ധർമ്മപുരിയിൽ വെച്ച് കാണാതായതാ. കഷ്ടം. നല്ലൊരു ചെറുപ്പക്കാരൻ അല്ലേ? ഡ്രൈവർമാർ പരസ്പരം നോക്കി. അതെ. അപ്പോൾ ശരി. ജാക്സണും റോക്കിയും ഹൈസ്പീഡ് ജീപ്പിൽ കയറി. അത് കണ്ണിൽ നിന്നും മറഞ്ഞയുടൻ അവർക്കരികിൽ വന്ന് മറ്റൊരു ജീപ്പ് ബ്രേക്കിട്ടു. ഇരുവരും തലതിരിച്ചു. SP മഹിപാൽ യാദവ്. സാർ, കാളി തിടുക്കത്തിൽ പറഞ്ഞു. അലിമാവോ ബ്രദേഴ്സിൻ്റെ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്. അയാൾ തലയാട്ടി. സിവിൽ ഡ്രസ്സിലായിരുന്നു മഹിപാൽ. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. പറയൂ. മഹിപാൽ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഇളക്കി വെച്ചു. സാർ, അവരുടെ പിന്നാലെ പോകണം. ഹൈസ്പീഡ് ജീപ്പാണ്. അവർ എവിടെയാണ് ഹാൾട്ട് ചെയ്യുന്നതെന്ന് കണ്ടെത്തണം. എനിക്ക് ഇതിനേക്കാൾ നല്ല ഒരവസരം കിട്ടാനില്ല. വിൻസെൻ്റ് അലിമാവോ മർഡർ കേസിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ. ഓക്കെ. അവന്മാരെ കണ്ടെത്തിയിട്ട് ഞാൻ വിളിക്കാം. തിടുക്കത്തിൽ മഹിപാൽ ഗിയർ ചേഞ്ച് ചെയ്ത് പാഞ്ഞുപോയി. നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു മഹിപാൽ സാർ, കാളി മന്ത്രിച്ചു. ഇത്രയും ഡീസൻ്റായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. മഹിപാലിൻ്റെ ജീപ്പ് കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരുന്നു. കാളിച്ചരൺ തിരിഞ്ഞ് മണിക്കുട്ടനെ നോക്കി. അതുപോട്ടെ, അവന്മാർ ഇവിടെ കാണിച്ചത് എൻ്റെ ഫോട്ടോയോ അതോ നിൻ്റെയോ? എൻ്റേതായിരിക്കില്ല. മണിക്കുട്ടൻ തീർത്തു പറഞ്ഞുകൊണ്ട് ട്രെയിലറിൻ്റെ തണലിലേക്ക് നീങ്ങി നിന്നു. മുകളിൽ തിളക്കുകയാണ് സൂര്യൻ. ഹൈവേയിൽ നിന്ന് ആവി പൊങ്ങുന്നത് കാണാം. അതെന്താ നിനക്ക് അത്രയ്ക്കുറപ്പ്? കാളിക്ക് മനസ്സിലായില്ല. എന്നെപ്പോലെ ഗ്ലാമറുള്ള ഒരുത്തൻ അവരുടെ ജോലിക്കാരനാണെന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? അയ്യടാ. കാളി ചുണ്ടുകൊട്ടി. ഒരു സുന്ദരൻ. അപ്പോൾ ഇതിനൊക്കെയും ഗ്ലാമറെന്ന് പറയും അല്ലേ? ഉവ്വ്, പറയും. കാളിക്ക് ചിരി വന്നു. ഒരു പക്ഷേ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് അവർ കാണിച്ചതെങ്കിലോ? മണിക്കുട്ടൻ്റെ മുഖമൊന്നു വിളറി. ഏയ്, അങ്ങനെയായിരിക്കില്ല. അവൻ തുടർന്നു. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതിരുന്നാലോ? അതെന്താ? അവർ ചോദിച്ചാൽ എന്തു പറയും? വാടാ, നോക്കാം. കാളിക്ക് കൂസലില്ല. ഇരുവരും കടയിലെത്തി. അവിടെ ഇരുന്നവർ കാളിയെ തുറച്ചു നോക്കി. നിങ്ങളെ തിരക്കി. അവർ പൂർത്തിയാക്കും മുൻപ് കാളി പറഞ്ഞു. ചിലർ വന്നിരുന്നു അല്ലേ? അവൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവരുടെ നെറ്റി ചുളിഞ്ഞു. അവന് കേൾവിയും ഉണ്ടെന്ന് അവർക്ക് പിടികിട്ടി. അതെ. ആരായിരുന്നു അവർ? ചോദ്യം കടയുടമയുടെ വക. തമിഴ്നാട്ടിലെ മയക്കുമരുന്ന് വിതരണക്കാർ, കാളി പറഞ്ഞു. അവരെന്തിനാ നിങ്ങളെ തിരക്കിയത്? ഡ്രൈവർമാർ അവൻ്റെ മുഖത്തേക്ക് നോട്ടം നട്ടു. കൊല്ലാൻ. സകലരും അത് കേട്ട് സ്തബ്ധരായി. എന്തിന്? ധർമ്മപുരിയിൽ വെച്ച് യാദൃച്ഛികമായി അവരുടെ ഒരു ഡീലിങ്ങിന് എനിക്ക് സാക്ഷിയാകേണ്ടി വന്നു. ആ നിമിഷം മുതൽ അവർ പിന്നാലെയുണ്ട്. ഞാൻ പോലീസിൽ അറിയിക്കുമെന്ന് അവർ കരുതുന്നുണ്ടാവും. അവരെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി കുഴപ്പക്കാരാണെന്ന്. ഡ്രൈവർമാർ പിറുപിറുത്തു. കാളിയും മണിക്കുട്ടനും അവിടെയിരുന്ന് പൊങ്കലും തൈര് സാദവും കഴിച്ചു. അപ്പോൾ കേരളത്തിൽ ഒരിക്കലും കാണാത്ത ഒരു കാഴ്ച അവർ കണ്ടു. തൊട്ടപ്പുറത്തെ ബ്രിഡ്ജിൽ വീണു കിടന്നിരുന്ന മൺതരികൾ 2 പേർ തൂത്തുമാറ്റുന്നു. അതെന്തിനാ? മണിക്കുട്ടൻ കടയുടമയെ നോക്കി. അതങ്ങനാ. ഓരോ കമ്പനിയാണ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ട്രോളാണ് അവർ പിരിക്കുന്നതും. റോഡിൽ മണലോ വെള്ളമോ എന്തു കിടന്നാലും അത് നീക്കം ചെയ്യും. കേരളത്തിലെ റോഡുകളിൽ ടിപ്പർ ലോറികൾ ഓരോ ദിവസവും വീഴ്ത്തുന്ന മണ്ണിന് കണക്കില്ല. മറ്റു വാഹനങ്ങൾക്ക് അവയുടെ പിന്നാലെ പോകാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ PWD ആയാലും KSEB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും എല്ലാ മണ്ണും നിക്ഷേപിക്കുന്നത് റോഡിൽ തന്നെ. അപ്പോഴാണ് തൊട്ടടുത്ത സംസ്ഥാനത്തെ ഹൈവേകൾ കണ്ണാടി പോലെ കിടക്കുന്നത്. ആ നേരത്ത് കോളാറിൽ IG ഓഫീസിലെ കോൺഫറൻസ് ഹാൾ. അപ്പാജി റാവുവിൻ്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം നടക്കുകയാണ്. അർദ്ധവൃത്താകൃതിയിലുള്ള മേശയ്ക്കു ചുറ്റും അവർ 6 പേർ ഉണ്ടായിരുന്നു. അപ്പാജി റാവു LCD സ്ക്രീനിലേക്ക് കെയിൻ ചൂണ്ടി. അതിൽ കോളാറിൻ്റെ മാപ്പ് തെളിഞ്ഞു നിന്നിരുന്നു. ലുക്ക്, കോളാറിൽ നിന്ന് പുറത്തേക്കുള്ള വഴികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കടന്നുപോയ വാഹനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തു കഴിഞ്ഞു. ഇതിനകം പുറത്തേക്ക് പോയിട്ടുള്ളത് ഒരേയൊരു പൈപ്പ് ലോഡാണ്. അയാൾ ഒന്ന് നിർത്തി. എല്ലാവരുടെയും കണ്ണുകൾ സ്ക്രീനിലാണ്. അപ്പാജി റാവു തുടർന്നു.
ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പൈപ്പുകൾ കേരളത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് വിവരം. ആ സമയത്ത് ചെക്ക് പോസ്റ്റിലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നതിനാൽ ലോഡിന്റെ ഫോട്ടോ നമുക്ക് ലഭ്യമല്ല. കൊള്ള നടന്നത് ഇന്നലെ രാത്രിയാണെന്ന് ഉറപ്പില്ലാത്തതിനാൽ ആ ട്രെയിലർ ചേസ് ചെയ്ത് കണ്ടുപിടിക്കണം. അതോടൊപ്പം കോളാർ മുഴുവൻ അരിച്ചു പെറുക്കണം. ഏതെങ്കിലും ഗോഡൌണിലോ മറ്റോ പൈപ്പുകൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന്. സർ, അവർ ഏകസ്വരത്തിൽ ശബ്ദിച്ചു. അപ്പോൾ ഒരാൾ സംശയം പ്രകടിപ്പിച്ചു. പൈപ്പുകൾ കേരളത്തിലേക്കായ നിലയ്ക്ക് ട്രെയിലർ ഇപ്പോൾ തമിഴ്നാട് ഹൈവേയിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ പോലീസിന്റെ സഹായം തേടിയാലോ? വേണ്ട, അപ്പാജി റാവു പെട്ടെന്ന് പറഞ്ഞു. കാവേരി നദീജല പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകും വരെ സ്ട്രെയിറ്റായി നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ മതിയെന്നാണ് സർക്കാർ നിലപാട്. അടുത്ത നിമിഷം ഹാഫ് ഡോറിൽ മുട്ടുകേട്ടു. യെസ്. അപ്പാജി റാവു അവിടേക്ക് തിരിഞ്ഞു. മറ്റുള്ളവരും. ഊർജ്ജസ്വലനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അകത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു. അപ്പാജി റാവു അയാളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി. ഇത് യാസിർ അഹമ്മദ്, IPS, മഹിപാൽ യാദവിന്റെ പോസ്റ്റിലെത്തിയിരിക്കുന്ന മലയാളി, ഓൺ ഡെപ്യൂട്ടേഷൻ. യാസിർ അഹമ്മദ് എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പാജി റാവു തുടർന്ന് അറിയിച്ചു. കേരളം വരെ നീണ്ടേക്കാവുന്ന ഈ അന്വേഷണ ചുമതല ഞാൻ യാസിറിനെ ഏൽപ്പിക്കുകയാണ്. ഏത് സമയത്ത് ഇയാൾ സഹായം ആവശ്യപ്പെട്ടാലും നിങ്ങൾ ചെയ്തു കൊടുത്തിരിക്കണം. സർ. അപ്പാജി റാവു ഒരു ഫയലെടുത്ത് യാസിർ അഹമ്മദിനെ ഏൽപ്പിച്ചു. ഒരിക്കൽ കൂടി അറ്റൻഷനായിട്ട് യാസിർ മുറിവിട്ടു. ദ കോൺഫറൻസ് ഈസ് ഓവർ. അപ്പാജി റാവു എഴുന്നേറ്റു. മറ്റുള്ളവരും. അവർ പുറത്തു പോയപ്പോൾ അപ്പാജി റാവുവിൻ്റെ മുഖത്ത് ഒരു ചിരി മിന്നി. പൈപ്പ് മോഷണത്തിന് പിന്നിൽ കലിംഗറാവു ആണെന്നറിഞ്ഞ നിലയ്ക്ക് താൻ ഒന്നിലും ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധി. യാസിർ അഹമ്മദ് പൈപ്പുകൾ കണ്ടെത്തിയാൽ തൻ്റെ ഭാഗം സുരക്ഷിതമാകും. കലിംഗറാവുവിൻ്റെ ശത്രുത നേടിയെടുക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. അരമണിക്കൂറിന് ശേഷം കലിംഗറാവുവിൻ്റെ വീട്ടിൽ നാഗമ്മയുടെ പോസ്റ്റ്മോർട്ടം തുടങ്ങി. ശവമടക്ക് കഴിഞ്ഞാലുടൻ കാളിചരണിൻ്റെ പിന്നാലെ പോകാനായിരുന്നു പെഡരായിഡുവിൻ്റെ തീരുമാനം. കാരണം മോഷണ വിവരം പുറത്തറിഞ്ഞ നിലയ്ക്ക് അന്വേഷണമുണ്ടാകും. അവർ കണ്ടെത്തും മുമ്പ് പൈപ്പുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അത് അറ്റൻഡ് ചെയ്ത പെഡരായിഡുവിൻ്റെ കണ്ണുകൾ കുറുകി. അല്പം മുൻപ് IG അപ്പാജി റാവുവിൻ്റെ കോൺഫറൻസിലെടുത്ത തീരുമാനങ്ങളാണ് അവൻ ഫോണിലൂടെ കേട്ടത്. SP യാസിർ അഹമ്മദ്. അവൻ ആ പേര് പല്ലുകൾക്കിടയിലിട്ട് ചതച്ചു. ആ നേരത്ത് യാസിർ അഹമ്മദ് സൈബർ സെൽ ഓഫീസിലെത്തിയിരുന്നു. 2 ദിവസത്തിനുള്ളിൽ കോളാറിലെ ടവറുകളിൽ നിന്നുള്ള എല്ലാ കോൾ ഡീറ്റെയിൽസും എടുക്കാൻ നിർദ്ദേശിച്ചു. സംശയമുള്ളവയുടെ വോയിസും ആവശ്യപ്പെട്ടു. 2 മണിക്കൂറിന് ശേഷം യാസിർ അഹമ്മദിന് ചില നമ്പറുകളും റെക്കോർഡ് ചെയ്യപ്പെട്ട വോയിസും ലഭിച്ചു. ഒന്നിൽ കാളിചരണും വാസുകിയും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. മറ്റൊന്ന് പെഡരായിഡു കൃഷ്ണഗിരിയിലും ധർമ്മപുരിയിലുമുള്ള തൻ്റെ ആളുകളെ വിളിച്ച് നിർദ്ദേശം നൽകുന്നത്. ആ നമ്പറുകൾ ആരുടേതാണെന്ന് യാസിർ അഹമ്മദ് മനസ്സിലാക്കി. അതോടെ പൈപ്പ് മോഷണവുമായി കലിംഗറാവുവിനുള്ള ബന്ധം അയാൾ ഉറപ്പിച്ചു. പക്ഷേ വാസുകി എന്ന പെണ്ണ്, അവളെ വ്യക്തമായില്ല. കേരളത്തിൽ നിന്നാണ് അവൾ സിം കാർഡ് എടുത്തിരിക്കുന്നത്. ഇടുക്കിയിലെ ഒരു അഡ്രസ്സിൽ. ആ അഡ്രസ്സും തിരയാൻ യാസിർ അഹമ്മദ് തീരുമാനിച്ചു. വാസുകിയുടെ നമ്പർ ട്രേസ് ചെയ്ത് പിന്നാലെ പോകാൻ ഒരു ടീമിനെ പെട്ടെന്ന് സജ്ജമാക്കി. കാളിചരൺ ആരാണെന്നറിയില്ലെങ്കിലും പൈപ്പുകളുമായി പോയിരിക്കുന്നത് അവനാണെന്ന് യാസിർ ഉറപ്പിച്ചു. വൈകിട്ട് 4:30 യാസിർ അഹമ്മദും സംഘവും കോളാറിൽ നിന്ന് പുറപ്പെട്ടു. അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ പെഡരായിഡുവും കുരങ്ങ് കൃഷ്ണയും അടങ്ങുന്ന സംഘവും. അമ്മയുടെ കത്തുന്ന ചിതയിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിട്ട് അച്ഛനോട് കണ്ണുകൊണ്ട് യാത്രാനുമതി വാങ്ങിയിട്ടായിരുന്നു പെഡരായിഡുവിൻ്റെ യാത്ര. ആ നേരത്ത് കാളിചരണും മണിക്കുട്ടനും സേലത്തോട് അടുക്കാറായിരുന്നു. കാളിയുടെ പോക്കറ്റിൽ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ടോക്കിംഗ് ഡിവൈസിൻ്റെ വയർ വേർപെടുത്തിയിട്ട് അവൻ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് മഹിപാൽ യാദവായിരുന്നു. പറയൂ സാർ. അവൻ ഫോൺ തോളിനും കാതിനും ഇടയിൽ അമർത്തി. അവന്മാർ ജാക്സണും റോക്കിയും ഇവിടെ സേലത്തൊരു ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ട്. ലോഡ്ജിംഗ് സംവിധാനമുള്ള ബാർ ഹോട്ടലാണ്. സേലം ഇൻ്റർനാഷണൽ. കാളിചരണിന് ആവേശമായി. സാറിനെ അവന്മാർക്കറിയില്ലല്ലോ. സാറും അവിടെയൊരു റൂമെടുക്ക്. എടുത്തു കഴിഞ്ഞു. മഹിപാൽ യാദവ് ചിരിച്ചു. നന്നായി. ഞങ്ങളും ട്രെയിലർ ഒതുക്കുകയാ. ഇനിയുള്ള യാത്ര അവന്മാരെ കണ്ടതിന് ശേഷം. സൂക്ഷിക്കണം. മഹിപാലിൻ്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ അവന് ജാഗ്രത മണത്തു. കോളാറിൽ നിന്ന് 2 ടീമുകൾ കൂടി നിന്റെ പിന്നാലെ വരുന്നുണ്ട്. കാളിയുടെ ഞരമ്പുകളിൽ രക്തയോട്ടം കൂടി. ആരൊക്കെയാ സാർ? 1. പൈപ്പ് മോഷണം അന്വേഷിക്കുന്ന SP യാസിർ അഹമ്മദ്. 2. സാക്ഷാൽ പെഡരായിഡു. കാളിയുടെ കണ്ണുകൾ ചുരുങ്ങി. സാറ് എങ്ങനെയറിഞ്ഞു? കോളാറിൽ ഇപ്പോഴും തന്തയ്ക്ക് പിറന്ന പോലീസുകാരുണ്ട് കാളി. എൻ്റെ ആളുകൾ. മഹിപാലിൻ്റെ ശബ്ദം കുറുകി.
എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒരിക്കലും തെറ്റാറില്ല. അപ്പുറത്ത് കോൾ മുറിഞ്ഞു. കാളിചരൺ അമ്പരപ്പിൽ മണിക്കുട്ടനെ നോക്കി. ഒന്നും മനസ്സിലാകാതെ ഇരിക്കുകയാണവൻ. കാളി ബൈപ്പാസിൽ നിന്ന് സേലം സ്റ്റീൽ പ്ലാന്റ് റോഡിലേക്ക് ട്രെയിലർ തിരിച്ചു. അവിടെ നിന്ന് 10 കിലോമീറ്ററുണ്ട് പ്ലാന്റിലേക്ക്. അവിടെ റോഡിൻ്റെ ഓരം ചേർത്ത് ധാരാളം കണ്ടെയ്നറുകളും ടിപ്പറുകളും ട്രെയിലറുകളുമെല്ലാമുണ്ട്. തൻ്റെ പിന്നാലെ വരുന്നവർ ഈ റോഡ് ശ്രദ്ധിക്കില്ലെന്ന് കാളിക്കറിയാം. മാത്രമല്ല പ്ലാന്റിലേക്ക് വന്ന വണ്ടിയാണെന്നേ മറ്റുള്ളവർ കരുതൂ. ഇറങ്ങടാ, കാളി മണിക്കുട്ടനോട് പറഞ്ഞിട്ട് ഇറങ്ങി. നമ്മളെന്തിനാ ഇവിടെ ഇറങ്ങിയത്? മണിക്കുട്ടൻ നെറ്റി ചുളിച്ചു. പറയാം. കാളി ക്യാബിൻ ലോക്ക് ചെയ്തു. പിന്നെ കാര്യം ചുരുക്കി പറഞ്ഞു. അതിനുശേഷം ഒരു വട്ടം കൂടി മഹിപാൽ യാദവിനെ വിളിച്ചു. സർ, ഒരു വീഡിയോ ക്യാമറ കിട്ടാൻ മാർഗമുണ്ടോ? റെക്കോർഡ് ചെയ്യാനാണോ? അതെ. എൻ്റെ സെൽഫോൺ പോരെ? എങ്കിൽ മതി. ഇനി സാറ് അവരുടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഞങ്ങൾ അവിടേക്ക് വരികയാ. ശരി. കാളി ചുറ്റും നോക്കി. ഇത്തിരി അകലെ ഒരു കരിക്ക് കച്ചവടക്കാരനെ കണ്ടു. അവർ അവിടെ എത്തി ഇളനീർ കഴിച്ചു. ശേഷം ഒരുവിധം വിളവായ 2 കരിക്കുകൾ പൊതിച്ചു വാങ്ങി ഒരു കവറിലാക്കി. ഇതെന്തിനാടാ ഇങ്ങനെ? മണിക്കുട്ടൻ അവനെ തുറച്ചു നോക്കി. ചുമ്മാ ഒരു വഴിക്ക് പോകുവല്ലേ, ക്ഷീണം വന്നാൽ കുടിക്കുകയും ചെയ്യാം. അവിടെ നിന്ന് ഒരു ഓട്ടോയിലാണ് അവർ സേലം ഇൻ്റർനാഷണലിലെത്തിയത്. മഹിപാൽ അവിടെ കാത്തു നിന്നിരുന്നു. അവന്മാര് എവിടെയാ സാർ? ബാറിൽ. മഹിപാലിൻ്റെ ഒപ്പം കാളിയും മണിക്കുട്ടനും അയാളുടെ മുറിയിലേക്ക് പോയി. 2 റൂമിന് അപ്പുറമായിരുന്നു ജാക്സണും റോക്കിയും എടുത്ത AC സ്യൂട്ട്. കൂടെ വന്ന ഗുണ്ടകളെ അവർ താഴത്തെ ഫ്ലോറിൽ നോൺ AC-യിലാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് മഹിപാൽ അറിയിച്ചു. അപ്പോൾ അവന്മാരുടെ ശല്യമുണ്ടാവില്ല. അത് നന്നായി. കാളി ഒരു കസേരയിലിരുന്നു. രാത്രി കനത്തു. ജാക്സണും റോക്കിയും ഇടറുന്ന കാലുകളോടെ തങ്ങളുടെ റൂമിന് മുന്നിലെത്തി. റോക്കി പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് വാതിൽ തുറന്നു. ഇരുവരും അകത്തേക്ക് കാൽവച്ച നിമിഷം പിന്നിൽ ഒരു ചലനം അവർ തിരിഞ്ഞു നോക്കി. ആ ക്ഷണം പിന്നിൽ നിന്ന് പുറത്തു ചവിട്ടേറ്റു. അവ്യക്തമായ ഒരു വിലാപത്തോടെ ജാക്സണും റോക്കിയും അകത്തേക്ക് തെറിച്ച് ഒരു സെറ്റിയിൽ ഇടിച്ചു മറിഞ്ഞു. കാട്ടുപന്നികളെപ്പോലെ കാളിച്ചരനും മണിക്കുട്ടനും പിന്നാലെ പാഞ്ഞു കയറി. യാതൊരു തിടുക്കവും കൂടാതെ ഏറ്റവും പുറകിൽ മഹിപാൽ യാദവും അകത്തു കിടന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. എടാ, അലറിക്കൊണ്ട് തറയിൽ നിന്ന് ഉരുണ്ടുപിരുണ്ട് എഴുന്നേറ്റ ജാക്സൺ അലിമാവോ മുന്നിൽ കാളിയെ കണ്ടു പകച്ചു. തുടർന്ന് പാമ്പ് കുത്തിയതുപോലെ പിന്നോക്കം വെച്ചു. കാളി കൗതുകത്തോടെ അവൻ്റെ മുഖത്ത് നോട്ടമുറപ്പിച്ചു. എന്നെ തിരക്കി നിങ്ങൾ 2 കോളാറിൽ വന്നു. പിന്നെ ഞാൻ വരുന്ന വഴിയിൽ എൻ്റെ ഫോട്ടോ കാണിച്ച് അലഞ്ഞു തിരിഞ്ഞു. അതൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അതാ നേരിൽ വന്നത്. ജാക്സണും റോക്കിയും പരസ്പരം നോക്കി. അവർക്ക് മിണ്ടാനായില്ല. ഉമിനീർ പോലും തൊണ്ടയിൽ ഖനീഭവിച്ചതുപോലെ. കാളിചരൺ, റോക്കി അവിടെ തന്നെ ഇരുന്നുകൊണ്ട് വിക്കി. മിണ്ടരുത്. മണിക്കുട്ടൻ കൈ ചൂണ്ടി. നിന്നെ കൊണ്ടൊക്കെ മിണ്ടിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നിരിക്കുന്നതെന്നത് വേറെ കാര്യം. പക്ഷേ ഞങ്ങൾ പറയും. അപ്പോഴേ നിന്റെയൊക്കെ വൃത്തികെട്ട നാവ് ചലിപ്പിക്കാവൂ. മനസ്സിലായോടാ? അവൻ ഒരു കാലുയർത്തി സെറ്റിയിൽ ചവിട്ടി നിന്നു. ശേഷം കൈ നീട്ടി. 2 പേരുടെയും സെൽഫോണുകൾ ഇങ്ങുതാടാ. അവർ മടിച്ചു. തരാൻ പറഞ്ഞാൽ തന്നിരിക്കണം. മണിക്കുട്ടൻ ഒറ്റ ചവിട്ട്. റോക്കിയുടെ നെഞ്ചിൽ. റോക്കി മറിഞ്ഞു വീണു. തരാം. ഇരുവരും പെട്ടെന്ന് ഫോൺ കൊടുത്തു. കൊള്ളാം, 1,00,000 വീതം വില വരുന്നതാണല്ലോ. അവനത് തിരിച്ചു മറിച്ചു നോക്കി. ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. മണിക്കുട്ടൻ അത് ഓഫ് ചെയ്ത് പോക്കറ്റിൽ വെച്ചു. 2 പേരും കയറി സെറ്റിയിലിരിക്കുക. കാളി കൽപ്പിച്ചു. അവരുടെ മദ്യലഹരിയൊക്കെ എപ്പോഴേ ആവിയായിരുന്നു. കരുതലോടെ ജാക്സണും റോക്കിയും കയറിയിരുന്നു. കാളിചരൺ കവർ ടീപ്പോയിൽ വെച്ചു. പിന്നെ അവർക്കെതിരെ 3 പേരും ഇരുന്നു. കാളി മീശയൊന്ന് പിരിച്ചു. നിങ്ങളോട് വളരെ മാന്യമായ പെരുമാറ്റമാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ സ്വഭാവം മാറ്റാൻ നിങ്ങൾ ഇടയാക്കരുത്. പറയൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? അവനവരെ മാറി മാറി നോക്കി. നിങ്ങളെ ഇങ്ങനെയൊന്ന് കിട്ടണമെന്ന് ഞാനും കരുതാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ കാരണം പിന്നീട് പറയാം. കാളിയുടെ ശബ്ദം മാറി തുടങ്ങി. ഇപ്പോൾ ഇത്രയും ദൂരം വരെ എന്നെ പിന്തുടർന്നു വരാൻ എന്തു ദ്രോഹമാടാ ഞാൻ ചെയ്തത്? എനിക്കതറിയണം. നീ ഞങ്ങളുടെ ഭയ്യായെ കൊന്നു, റോക്കി വീറോടെ പറഞ്ഞു. ഞാനോ? കാളി ജാക്സന്റെ നേരെ തിരിഞ്ഞു. ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് നീയാണ്. ഞാനാണോടാ വിൻസെന്റിനെ കൊന്നത്? ജാക്സൺ അലിമാവോയിൽ ഒരു പതർച്ച ദൃശ്യമായി. കാളി തുടർന്നു. വിൻസെന്റിനെ ഞാൻ കൊക്കയിലേക്ക് ജീപ്പോടൊപ്പം ഇടിച്ചു വീഴ്ത്തിയത് നേരെ. പക്ഷേ അവൻ മരിക്കുമെന്ന് തേനി മെഡിക്കൽ കോളേജിലെ ഒറ്റ ഡോക്ടർ പോലും കരുതിയിരുന്നില്ല. എന്നിട്ടും അവൻ മരിച്ചു. എങ്ങനെ? അല്ല, ജാക്സൺ തർക്കിച്ചു. നീ കള്ളം പറയുകയാ. കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ കൈ ചൂണ്ടി. നീ തന്നെയാ ഞങ്ങളുടെ ഭയ്യായെ കൊന്നത്.
ജാക്സൺ. കാളിയുടെ പല്ലുകൾ ഞെരിഞ്ഞു, കണ്ണുകൾ ചുമന്നു. അവൻ കവറിൽ നിന്ന് 2 കരിക്കുകളും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഒന്നുകിൽ ഇത് കുടിച്ച് നമ്മൾ കൈതന്ന് പിരിയും, അല്ലെങ്കിൽ ഇതുകൊണ്ട് വേറെ ചില ഗുണങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തരേണ്ടി വരും. എന്തു വേണമെന്ന തീരുമാനം ജാക്സൺ, അത് നിന്റേത് മാത്രമാണ്. അവർക്കിടയിൽ മൗനത്തിൻ്റെ ഒരു കനത്ത വലവന്നു കുരുങ്ങി. അധ്യായം 30. നിമിഷങ്ങൾ പിടഞ്ഞു വീണുകൊണ്ടിരുന്നു. കാളിചരണിൻ്റെ കണ്ണുകൾ ജാക്സൺ അലിമാവോയിലും റോക്കി അലിമാവോയിലും മാറി മാറി തറഞ്ഞു. റോക്കിയുടെ മുഖത്ത് നേരിയ ഭീതിയുണ്ടെന്നല്ലാതെ മറ്റൊന്നും വ്യക്തമല്ല. പക്ഷെ ജാക്സണിൽ നല്ല പതർച്ചയുണ്ട്. കാളിചരൺ തിരിഞ്ഞ് മഹിപാൽ യാദവിനെ നോക്കി. സർ, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ഇല്ല, നമ്മുടെ സമയം വേസ്റ്റാകത്തേയുള്ളൂ, മഹിപാൽ പറഞ്ഞു. അതൊരു അടയാളം കൂടിയായിരുന്നു. മണിക്കുട്ടൻ്റെ തോളിൽ കിടന്നിരുന്ന തോർത്ത് കാളിചരൺ വലിച്ചെടുത്തു. അത് മടക്കി അതിനുള്ളിൽ ഒരു കരിക്ക് നിക്ഷേപിച്ച് മുറുക്കി ചുറ്റിക്കെട്ടി. ഇപ്പോൾ തോർത്തിൻ്റെ ഒരു ഭാഗം വീർത്ത് ബോൾ പോലെയും മറുഭാഗം വാൽ പോലെയുമായി. വാൽ പോലെയുള്ള ഭാഗത്ത് പിടിച്ച് കാളി അതൊന്ന് കറക്കി. ജാക്സൺ, നിന്റെ അവസാനത്തെ ചാൻസാ ഇത്. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേടാ. ജാക്സൺ അലിമാവോയ്ക്ക് ദേഷ്യം വന്നു. അടുത്ത നിമിഷം മിന്നൽ പോലെ കാളി മുന്നോട്ട് കുതിച്ചു. കൺചിമ്മുന്ന നേരത്തിനുള്ളിൽ ജാക്സന്റെ ശിരസ് പിടിച്ച് ടീപ്പോയിലേക്ക് അമർത്തി ചവിട്ടിപ്പിടിച്ചു. എടാ. ജാക്സന് മുഖമുയർത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും കാളി തോർത്തു വീശി അടി തുടങ്ങി. അലക്കുകല്ലിൽ തുണി അടിക്കുന്നത് പോലെ ജാക്സന്റെ പുറത്ത് തുടരെ അടി വീണുകൊണ്ടിരുന്നു. നിന്റെ ശരീരത്തിൽ പാടൊന്നും വീഴാതിരിക്കാനാടാ ഈ പ്രയോഗം. കാളിയുടെ ശബ്ദം ഒരു മൃഗത്തിന്റെ മുരൾച്ച പോലെയായി. അരുത്, ഭയ്യായെ ഒന്നും ചെയ്യരുത്, റോക്കി തടസ്സം പിടിക്കാൻ ഭാവിച്ചു. ഇരിക്കടാ കൊച്ചനെ അവിടെ. മണിക്കുട്ടൻ ചാടി എഴുന്നേറ്റ് കൈ ചൂണ്ടി. അല്ലെങ്കിൽ നിന്റെ പുറവും കുട്ടനാടൻ പുഞ്ച പോലെയാകും. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും റോക്കി പെട്ടെന്നടങ്ങി. കാളിച്ചരൺ അടി നിർത്തിയിട്ട് കാൽ മാറ്റി. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ജാക്സൺ നിവർന്നു. അവൻ്റെ വായിൽ നിന്ന് കൊഴുത്ത ചോര തള്ളിവന്നു. ജാക്സൺ, സത്യം പറയാൻ മടിക്കുന്ന ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള നിന്റെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുക. നീ ചത്താൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല. കാരണം നീ ഞങ്ങളുടെ അമ്മാവൻ്റെ മകനൊന്നുമല്ലല്ലോ. കാളി കൈവീശി ഒറ്റയടി. പടക്കം പൊട്ടുന്നതുപോലെ ഒരു ശബ്ദം ജാക്സന്റെ കവിളിൽ നിന്ന് ഉയർന്നു. കഴുത്തൊടിഞ്ഞതുപോലെ അവൻ കസേരയിലേക്ക് ചാഞ്ഞു. കാളി തുടർന്നു. സത്യം തുറന്നു പറഞ്ഞാൽ നിനക്ക് നിന്റെ പ്രാണൻ തിരിച്ചു തരും. അത് എൻ്റെ വാക്കാ. കാളി അവൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചു. ഒപ്പം 2 വിരലുകൾ അവൻ്റെ കണ്ണുകൾക്ക് തൊട്ടു താഴെ അമർത്തി. ജാക്സന്റെ കണ്ണു തള്ളി. കൊല്ലരുത്, ഞാൻ പറയാം. ഏതോ ഗുഹയിൽ നിന്ന് എന്നവണ്ണം അവൻ്റെ ശബ്ദം പുറത്തു വന്നു. റോക്കി വിഹുലതയോടെ ഭയ്യായെ നോക്കി. അവനൊന്നും മനസ്സിലായില്ല. ജാക്സനെ വലിച്ചു പൊക്കി ഒന്നുലച്ച് വീണ്ടും കസേരയിലേക്ക് തള്ളി കാളിച്ചരൺ. പിന്നെ തിരിഞ്ഞ് മണിക്കുട്ടനോട് നിർദ്ദേശിച്ചു. ഇവൻ പറയാൻ പോകുന്നതെല്ലാം ഇവൻ്റെ സെൽഫോണിൽ തന്നെ നീ ഷൂട്ട് ചെയ്യണം. മണിക്കുട്ടൻ ജാക്സന്റെ ഫോൺ എടുത്തു. കരിക്ക് താഴെയിട്ട് കാളി തോർത്തു കുടഞ്ഞു. പിന്നെ അതുകൊണ്ട് ജാക്സന്റെ മുഖം തുടച്ച് ചോരയും വിയർപ്പും നീക്കി. ക്യാമറയിൽ പതിയുമ്പോൾ നിന്റെ മുഖസൗന്ദര്യം ഒട്ടും കുറയണ്ട. പിന്നെ അവൻ പറഞ്ഞു, ഞങ്ങളങ്ങോട്ട് ഒന്നും ചോദിക്കുന്നില്ല. നടന്നതെല്ലാം നീ ക്യാമറയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞാൽ മതി. ജാക്സന് അനുസരിക്കാതെ തരമില്ലായിരുന്നു. നീ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടു വേണം തുടങ്ങാൻ. കാളി പിന്നിലേക്ക് നീങ്ങി. മഹിപാൽ യാദവ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. റോക്കിയെ ദയനീയമായി ഒന്ന് നോക്കിയിട്ട് ജാക്സൺ സംസാരിച്ചു തുടങ്ങി. ഞാൻ ജാക്സൺ അലിമാവോ, ഗോവയിലെ അലിമാവോ ബ്രദേഴ്സിലെ സാംസൺ അലിമാവോയുടെ 2ാമത്തെ പുത്രനായാണ് അറിയപ്പെടുന്നത്. വളരെ കൃത്യമായി മണിക്കുട്ടൻ എല്ലാം ഷൂട്ട് ചെയ്യുകയാണ്. ജാക്സൺ തുടർന്നു. ഞങ്ങൾക്ക് അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങിലായിരുന്നു കമ്പം. പിന്നീട് അവൻ തൻ്റെ കുടുംബത്തിലുള്ളവരെ മുഴുവൻ പരിചയപ്പെടുത്തി. ഇടുക്കിയിലെ തവളപ്പാറയിൽ വെച്ചാണ് എൻ്റെ മൂത്ത സഹോദരൻ വിൻസെന്റിന് അപകടം സംഭവിക്കുന്നത്. അതിന് കാരണക്കാരൻ മത്സരത്തിൽ പങ്കെടുത്ത ഒരു കാളിച്ചരനായിരുന്നു. ഭയ്യയുമായി ഒരു ആംബുലൻസിൽ ഞങ്ങൾ തേനി മെഡിക്കൽ കോളേജിലെത്തി. ജാക്സൺ ഒന്ന് നിർത്തി. ഇനിയുള്ളത് പറയാൻ കഴിയാത്തതുപോലെ അവൻ്റെ ഓർമ്മയിൽ ഇടിമിന്നലുകൾ പോലെ ആ രംഗം തെളിയുകയായിരുന്നു. തേനി മെഡിക്കൽ കോളേജ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വിൻസെന്റ് അലിമാവോയെ ICUവിലേക്ക് മാറ്റി. തിയേറ്ററിന് പുറത്ത് കാത്തിരുന്ന ജാക്സനെയും റോക്കിയെയും അടുത്തു വിളിച്ച് ഡോക്ടർ ദേവനായകം അറിയിച്ചു. ഭയപ്പെടാൻ ഒന്നുമില്ല. വിൻസെന്റിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. എന്നാൽ 2-3 ഓപ്പറേഷൻ വേണ്ടിവരും. അത് ഒരാഴ്ചയ്ക്ക് ശേഷം ചെയ്യാം. അയാളുടെ നട്ടലുൾപ്പെടെ കുറേയേറെ അസ്ഥികൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. ഞങ്ങളുടെ ഭയ്യായെ രക്ഷിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതെന്തും ഞങ്ങൾ തരും, ജാക്സൺ പറഞ്ഞു. അതൊന്നും വേണ്ട, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. അവൻ്റെ തോളിൽ ഒന്ന് തട്ടിയിട്ട് നേർത്ത ചിരിയോടെ അയാൾ പോയി.
ഡോക്ടർ അങ്ങനെ സംസാരിച്ചെങ്കിലും ജാക്സന്റെ ഉള്ളിൽ ഒരു പുലി മുരളുകയായിരുന്നു. ഭയ്യ ജീവനോടെ തിരിച്ചു വന്നാൽ താൻ കഴിഞ്ഞ കുറേയേറെ മണിക്കൂറുകളിൽ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ മുഴുവൻ വെറുതെയാകും. പാടില്ല. വെള്ളത്തുണിയിൽ പുതപ്പിച്ച ഭയ്യയുടെ ശവമേ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാവൂ. നീ ചെല്ല്, ആ തെണ്ടി കാളിച്ചരണിനെ പിടിക്ക് വേഗം. അവനെ കൊത്തി നുറുക്കാതെ നമുക്ക് ഉറക്കമില്ല. ജാക്സന്റെ പല്ലുകൾ ഞെരിഞ്ഞു. ശരി ഭയ്യ. റോക്കി അപ്പോൾ തന്നെ ഗുണ്ടകളെയും കൂട്ടി പുറപ്പെട്ടു. സമയം കടന്നുപോയി. ICUവിൽ കയറിപ്പറ്റണം. ജാക്സൺ തീരുമാനിച്ചു. ഒരു നേഴ്സിനെ സ്വാധീനിച്ച് അവൻ കാര്യം സാധിക്കുകയും ചെയ്തു. ശീതീകരിച്ച മുറിയിലേക്ക് കയറി ജാക്സൺ ചുറ്റും നോക്കി. അധികം പേഷ്യൻസ് ഒന്നും അവിടെയില്ല. വിൻസെന്റ് കണ്ണു തുറന്നു കിടക്കുകയായിരുന്നു. ജാക്സനെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു വിളറിയ ചിരിയുണ്ടായി. ഭയ്യ. സങ്കടം ഭാവിച്ച് അവൻ കിടക്കയിൽ വിൻസെന്റിനോട് ചേർന്നിരുന്നു. വിൻസെന്റിന്റെ ചുണ്ടുകൾ ചലിച്ചു. മന്ത്രണം പോലെ ശബ്ദം പുറത്തു വന്നു. അവനെ വിടരുത്. കാളിയെ എനിക്ക് വേണം. എൻ്റെ കൈകൊണ്ട് കൊല്ലണം. അത് വേണ്ട ഭയ്യ. ജാക്സൺ ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവൻ്റെ മുഖത്ത് മെല്ലെ തടവി. അവനെ ഞങ്ങൾ തീർത്തോളാം. പക്ഷേ അതിനു മുൻപ് എനിക്ക് മറ്റൊരാളെ കൊന്നേ പറ്റൂ. ആരെ? വിൻസെന്റിന്റെ നെറ്റി ചുളിഞ്ഞു. നിന്നെ തന്നെയാടാ പട്ടി. നീ ജീവിച്ചിരുന്നാൽ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന സൗഭാഗ്യങ്ങളൊന്നും കിട്ടില്ല. നിന്റെ നിഴലിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ജാക്സൺ വല്ലാതെ കിതച്ചു. നമ്മുടെ ഡിസ്റ്റിലറികൾ, ഞാൻ കൊതിച്ചുപോയ പെണ്ണ്, അവളെ നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയല്ലേ പപ്പയും മമ്മിയും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എല്ലാം എനിക്ക് പിടിച്ചെടുക്കണം. അത് കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ വാശിയാ. ജാക്സൺ. വിൻസെന്റ് എഴുന്നേൽക്കാൻ ഭാവിച്ചു. ജാക്സൺ ക്രൂരമായി ചിരിച്ചു. നട്ടെല്ല് പൊട്ടിയ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയില്ലടാ. പറഞ്ഞുകൊണ്ട് അവൻ വിൻസെന്റിന്റെ നെഞ്ചിൽ കൈപ്പത്തി കുത്തിയമർത്തി. നിന്റെയും റോക്കിയുടെയും ചോരയല്ലല്ലോ ഞാൻ. നിന്റെ പപ്പയ്ക്ക് വെപ്പാട്ടിയിലുണ്ടായ മകൻ. ആ ഒരു പരിഗണനയല്ലേ കുഞ്ഞുനാൾ മുതൽ നീയും എനിക്ക് തന്നിട്ടുള്ളൂ. അക്കാര്യത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് റോക്കിക്ക് മാത്രം. അവനെന്ന് തീരെ ചെറുതായിരുന്നല്ലോ. എന്നെ ആദ്യമായി അലിമാവോ ബംഗ്ലാവിലേക്ക് പപ്പ കൊണ്ടുവന്നപ്പോൾ നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോടെ പുല്ലേ? ഇത്തരം നായ്ക്കളെ ഇവിടെ കയറ്റിക്കൂടാ പപ്പ. തിരുവോരത്തെങ്ങാനും വലിച്ചെറിയാൻ തെണ്ടി തിന്നട്ടെന്ന്. ജാക്സന്റെ മുഖം ഓരോ വാക്ക് പറയുമ്പോഴും വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു. ആ നിമിഷം ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു പോയി ഭയ്യ, നിന്റെ മരണം. എന്നാൽ നിഴൽ പോലെ എപ്പോഴും റോക്കി അരികിലുണ്ടായിരുന്നതിനാൽ എനിക്കൊന്നിനും കഴിഞ്ഞില്ല. കേട്ട ഓരോ വാക്കും വിൻസെന്റിന്റെ കാതുകളെ ചുട്ടുപൊള്ളിച്ചു. അവന്റെ ഹൃദയതാളം വർദ്ധിക്കുന്നത് നെഞ്ചിലമർത്തിയിരിക്കുന്ന കൈപ്പത്തിയിലൂടെ ജാക്സൺ തിരിച്ചറിഞ്ഞു. ജാക്സൺ, നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയല്ലോടാ. വിൻസെന്റ് സങ്കടപ്പെട്ടു. നിന്റെ മമ്മി മരിച്ചെന്ന് ഞാൻ അറിഞ്ഞത് പിന്നീടല്ലേ. നേരത്തെ പറഞ്ഞതിനൊക്കെ അന്ന് ഞാൻ മാപ്പ് ചോദിച്ചല്ലോ. ഇനിയായാലും എല്ലാം നീ എടുത്തോടാ. പണവും പെണ്ണുമെല്ലാം. നിന്റെ നിഴലിൽ ഞാൻ ജീവിച്ചോളാം. വിൻസെന്റ് പൂർത്തിയാക്കാൻ ജാക്സൺ സമ്മതിച്ചില്ല. വേണ്ട, എല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ട് നിന്നെ ജീവനോടെ വിടാനോ? അങ്ങനെ ഞാനെൻ്റെ ശവക്കുഴി തോണ്ടണോ? തൻ്റെ വലതു കൈ പാൻസിൻ്റെ പോക്കറ്റിൽ കിടത്തി ജാക്സൺ ഒരു സൂചിയെടുത്തു. 4 ഇഞ്ച് നീളമുള്ള സ്റ്റീൽ സൂചി. ഒപ്പം വിൻസെന്റിന്റെ നെഞ്ചിൽ അമർത്തിയിരുന്ന കൈപ്പത്തി മുന്നോട്ട് നീക്കി വായ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് അമർത്തി. വിരലുകൾ ചിലന്തിക്കാലുകൾ പോലെ അവിടെ മുറുകി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഒരു വട്ടം കൂടി ജാക്സൺ ശ്രദ്ധിച്ചു. ഇല്ല, എല്ലാം ഭദ്രം. മിന്നൽ വേഗത്തിൽ ജാക്സൺ വിൻസെന്റിന്റെ ഹൃദയത്തിനു മുകളിൽ സൂചി താഴ്ത്തി. വാഴത്തടയിൽ എന്ന വണ്ണം അത് താണുപോയി. അങ്ങനെ 5-6 തവണ. വിൻസെന്റിന് പിടയാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. ഗുഡ് ബൈ ഭയ്യ. ഇതല്ലാതെ എനിക്കിനി വേറെ മാർഗമില്ല. അവൻ കൈയെടുത്തു. ഏതു ഡോക്ടർ നോക്കിയാലും ഇനി ഭയ്യയുടെ ഹൃദയം നേരെയാക്കാനാവില്ല. ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടെന്നേ അവർ വിധിയെഴുതൂ. ഭയ്യയുടെ മരണം കാളിച്ചരണിന്റെ അക്കൗണ്ടിൽ ചെന്ന് ചേരുകയും ചെയ്യും. ജാക്സൺ വിജയഭാവത്തിൽ ചിരിച്ചു. വിൻസെന്റ് ശബ്ദിച്ചില്ല. അവന്റെ കണ്ണുകൾ ജാക്സന്റെ മുഖത്ത് പതിഞ്ഞതുപോലെ നിന്നു. സൂചി ഇറക്കിയ ഭാഗത്തേക്ക് ജാക്സൺ നോക്കി. ഒരു തുള്ളി ചോര പോലും പുറത്തേക്ക് വന്നിട്ടില്ല. അത് ഹൃദയത്തിനുള്ളിലേക്ക് തന്നെ ഊറി വീണു കാണുമെന്ന് അവനറിയാം. ഒന്നും സംഭവിക്കാത്തതുപോലെ ജാക്സൺ ICUവിൽ നിന്ന് ഇറങ്ങി. ഹോട്ടൽ സേലം ഇന്റർനാഷണലിന്റെ AC സ്യൂട്ടിൽ എല്ലാം കേട്ട് തരിച്ചിരിക്കുകയായിരുന്നു റോക്കി അലിമാവോ. ജാക്സൺ തന്റെ ഭയ്യ അല്ലെന്ന് പോലും ഈ നിമിഷമാണ് അവനറിയുന്നത്. SP മഹിപാൽ യാദവും കാളിച്ചരണും മണിക്കുട്ടനും പരസ്പരം നോക്കി തലയാട്ടി. കൊലപാതകം ഏതു രൂപത്തിലാണ് ജാക്സൺ നടത്തിയതെന്ന് മാത്രമേ അവർക്കറിയാതെ ഉണ്ടായിരുന്നുള്ളൂ. നിമിഷങ്ങൾ. റോക്കിയുടെ മുഖം വലിഞ്ഞു മുറുകാൻ തുടങ്ങി. മണിക്കുട്ടൻ അപ്പോഴും ജാക്സന്റെ ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. എടാ, അലറിക്കൊണ്ട് അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ റോക്കി ചാടി എഴുന്നേറ്റു. തലകുനിച്ച് ഇരിക്കുകയായിരുന്ന ജാക്സൺ ഞെട്ടിത്തിരിഞ്ഞു.
റോക്കി സോക്സിനുള്ളിൽ നിന്ന് ഒരു ചെറിയ പിസ്റ്റൾ വലിച്ചെടുത്തു. അവൻ്റെ പക്കൽ അങ്ങനെയൊരു ആയുധമുണ്ടെന്ന് പോലും അപ്പോഴാണ് അറിഞ്ഞത്. നീയാണെൻ്റെ ഭയ്യെ കൊന്നത് അല്ലേടാ? ചോദിച്ചതും അവൻ ജാക്സന്റെ വലത് ചെന്നിയിൽ റിവോൾവർ കുത്തിപ്പിടിച്ചു. റോക്കി, നോ. ജാക്സൺ തടയാനഞ്ഞു. മറ്റാരും മിണ്ടരുതെന്ന് മഹിപാൽ ആംഗ്യം കാണിച്ചു. തെമ്മാടി, കൂടെ നിന്ന് നീ ഞങ്ങളെ ചതിച്ചു. ചതിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുന്ന പാരമ്പര്യം അലിമാവോ ഫാമിലിക്കില്ലടാ. പറഞ്ഞു നിർത്തിയതും അവൻ ട്രിഗർ അമർത്തി. വലത് ചെന്നിയിലൂടെ പാഞ്ഞു കയറിയ ബുള്ളറ്റ് ജാക്സന്റെ ഇടത് ചെന്നി തുളച്ച് ഭിത്തിയിൽ പോയി തറഞ്ഞു. അതിൽ നിന്ന് ഒരു തുള്ളി ചോര ഭിത്തിയിലൂടെ ഒലിച്ചു. ഒരു നിമിഷം മാത്രം ജാക്സൺ അങ്ങനെയിരുന്നു. പിന്നെ മുന്നോട്ട് കമിഴ്ന്ന ടീപ്പോയിലേക്ക് വീണു. ഒന്ന് ശബ്ദിച്ചതുകൂടിയില്ല. റോക്കി കുതിച്ചെഴുന്നേറ്റ് കാലുകൾ ചിറകുകളാക്കി വാതിൽക്കലേക്ക് പാഞ്ഞു. വാതിൽ വലിച്ചു തുറന്ന് അവൻ പുറത്തു ചാടി. ഫോണിലെ ക്യാമറ കട്ട് ചെയ്യാൻ മഹിപാൽ യാദവ് മണിക്കുട്ടനെ ആംഗ്യം കാണിച്ചു. അവൻ അനുസരിച്ചു. വേഗം വരൂ, മഹിപാൽ പറഞ്ഞു. നമുക്ക് എൻ്റെ മുറിയിലേക്ക് പോകാം. നമ്മുടെ സാന്നിധ്യം ഒരിടത്തും വ്യക്തമായി കൂടാ. അയാൾ തിടുക്കപ്പെട്ടു. കരിക്കും തോർത്തുമടക്കം തങ്ങൾ കൊണ്ടുവന്നതെല്ലാം എടുത്തുകൊണ്ട് അവർ പുറത്തു കിടന്ന് വാതിൽ ചാരി. മഹിപാലിൻ്റെ മുറിയിലിരിക്കുമ്പോഴും കാളിയുടെയും മണിക്കുട്ടൻ്റെയും കിതപ്പ് അവസാനിച്ചില്ല. തൊട്ടുമുന്നിൽ അങ്ങനെയൊരു കൊലപാതകം അവർ കരുതിയിരുന്നില്ല. ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ മുഴുവൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യ്. ജാക്സന്റെ കുറ്റസമ്മതവും റോക്കി ചെയ്ത കൊലപാതകവുമെല്ലാം, മഹിപാൽ നിർദ്ദേശിച്ചു. ഇത് വൈറലായിക്കോളും. കാളി പിന്നെ വിൻസെന്റിന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. മഹിപാൽ പുതിയ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ തിരുകി. മണിക്കുട്ടൻ ആ വീഡിയോ ക്ലിപ്പിംഗ് യൂട്യൂബിലാക്കി. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? ഒരു കുപ്പി വരുത്തട്ടെ? മഹിപാൽ തിരക്കി. പിന്നെ അത് വേണം സാർ. ടെൻഷനൊന്ന് കുറയാൻ വേറെ മാർഗമില്ല. പറഞ്ഞത് മണിക്കുട്ടനാണ്. നേരത്തെ ചിരിയോടെ മഹിപാൽ ലാൻഡ് ഫോണിൽ റൂം ബോയിയെ വിളിച്ചു. അടുത്ത ദിവസം പുലർച്ചെ അവർ റൂം വിട്ടു. ജാക്സൺ അലിമാവോയുടെ കൊലപാതകം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. റോക്കി രക്ഷപ്പെട്ടിരിക്കാമെന്നും അവർക്ക് തോന്നി. മഹിപാലിന്റെ ജീപ്പിൽ അവർ ട്രെയിലർ കിടക്കുന്ന ഭാഗത്തേക്ക് പോയി. ബൈപ്പാസിൽ നിന്ന് ബ്രിഡ്ജിനടിയിലൂടെ സ്റ്റീൽ പ്ലാന്റ് റോഡിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് അവരുടെ ജീപ്പിനെ മറികടന്ന് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞുപോയി. മഹിപാൽ സൂക്ഷിച്ചു നോക്കി. കോളാർ SP യാസിർ അഹമ്മദ്. കോളാറിൽ നിന്നുള്ള പോലീസാ അത്, മഹിപാൽ അറിയിച്ചു. അവന് അപകടം മണത്തു. അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ അവർ കണ്ടു, ട്രെയിലറിന് ചുറ്റും പോലീസ് നടന്നുകൊണ്ട് അവർ പൈപ്പുകൾ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ഒരു വാഹനം കൂടി അവരെ കടന്നുപോയി. ഒരു SUV. കാളിയും മണിക്കുട്ടനും കിടുങ്ങി. പെടരായിഡുവും സംഘവും. അധ്യായം 31. മഹിപാൽ യാദവ് പെട്ടെന്ന് ജീപ്പ് നിർത്തി. രണ്ടു കൂട്ടരും ഒന്നിച്ചിവിടെ എത്തിയല്ലോ കാളി. തൽക്കാലം ആരും നമ്മളെ കാണണ്ട. പക്ഷേ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണം. കണ്ണുകളൊന്ന് ചുരുക്കി മഹിപാൽ യാദവ് സ്റ്റിയറിംഗ് വീലിൽ താളം പിടിച്ചു. ഞാൻ പോയി നോക്കാം സാർ, മണിക്കുട്ടൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവനൊരു തോർത്തെടുത്ത് തലയിലൂടെ ചുറ്റിയിട്ടു. സൂക്ഷിക്കണം. കാളിച്ചരൻ അവൻ്റെ തോളിൽ തട്ടി. ശരി. മണിക്കുട്ടൻ ഇറങ്ങി. നിരനിരയായി കിടന്ന വാഹനങ്ങളുടെ ഇടതുവശത്തുകൂടി അവൻ മുന്നോട്ട് നീങ്ങി. മഹിപാൽ കാളിക്ക് നേരെ തിരിഞ്ഞു. കലിംഗറാവു ഒരു ഫോൺ നിന്നെ ഏൽപ്പിച്ചിരുന്നില്ലേ? തീർച്ചയായും അതിൽ വിളി വരും. അപ്പോൾ നീ എന്തു പറയും? കാളി ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. പിന്നെ ഇരുവരും കൂടി പറയേണ്ട കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. മണിക്കുട്ടൻ മറ്റു വാഹനങ്ങളുടെ മറവ് പറ്റി ട്രെയിലറിന് അടുത്തെത്തി. പെടരായിഡുവും സംഘവും SUV കുറച്ചകലെ നിർത്തിയിട്ട് പോലീസിന്റെ നീക്കങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. SP യാസിർ അഹമ്മദും സംഘവും പൈപ്പുകൾക്കുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിൽ കൈ കടത്തി ഉരസിയിട്ട് ശ്രദ്ധിച്ചു നോക്കി. തനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുള്ളതുപോലെ പൈപ്പിനുള്ളിൽ സ്വർണവും പാറയും കുഴഞ്ഞു പറ്റിയിട്ടില്ലെന്ന് യാസിർ അറിഞ്ഞു. താൻ അന്വേഷിച്ചു വന്ന പൈപ്പ് ഇതല്ലെന്ന് അയാൾക്ക് തോന്നി. ചുറ്റും മറ്റു വാഹനങ്ങളിലെ ജീവനക്കാർ കൂടിയിരുന്നു. എന്താ സാറേ പ്രശ്നം? ഒരാൾ തിരക്കി. അറിഞ്ഞാൽ നീ തീർത്തു തരുമോ? യാസിർ അഹമ്മദ് അയാളെ തുറച്ചു നോക്കി. പിന്നെ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒച്ച ഉയർത്തി. ഈ ട്രെയിലറിന്റെ ഡ്രൈവർ ആരാ? ഡ്രൈവർമാർ പരസ്പരം നോക്കിയതല്ലാതെ ആരും മറുപടി പറഞ്ഞില്ല. ക്യാബിൻ തുറക്ക്. യാസിർ ഒരു കോൺസ്റ്റബിളിന് നിർദ്ദേശം നൽകി. സർ. അയാളത് തുറക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. സർ, ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. യാസിർ തിരിഞ്ഞ് ഒരു ഡ്രൈവറോട് പറഞ്ഞു. നിന്റെ വണ്ടിയിൽ നിന്ന് ജാക്കി ലിവറിങ് എടുക്ക്. അയാൾ തൻ്റെ ടിപ്പർ ലോറിയിൽ നിന്ന് ലിവർ എടുത്തു നൽകി. യാസിർ അത് കോൺസ്റ്റബിളിന് കൈമാറി. ക്യാബിൻ്റെ ഗ്ലാസ് ഉടച്ച് അകത്തു കയറ്. സർ. അയാൾ ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തെ ഗ്ലാസ് അടിച്ചു തകർത്തു. മുത്തുമണികൾ പോലെ ഗ്ലാസ് തുണ്ടുകൾ റോഡിൽ ചിതറി. അതിനിടെ ചെക്ക് പോസ്റ്റ് കടന്നു പോന്ന ട്രെയിലർ ഇതാണെന്ന് യാസിർ ഉറപ്പിച്ചു. ഗ്ലാസ് തകർത്ത ഭാഗത്തുകൂടി കോൺസ്റ്റബിൾ ക്യാബിനുള്ളിൽ കടന്നു.
അതിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് വണ്ടിയുടെ RC ബുക്കും പൈപ്പ് സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടറുടെ പെർമിഷൻ സർട്ടിഫിക്കറ്റും എടുത്ത് യാസിർ അഹമ്മദിൻ്റെ കയ്യിൽ കൊടുത്തു. അത് ശ്രദ്ധിച്ച യാസിറിൻ്റെ മുഖം ചുളിഞ്ഞു. BEMLൻ്റെ ഉടമസ്ഥതയിലുള്ള ട്രെയിലർ. ലൈസൻസിയുടെ പേര് രുദ്രേഷ് ഗൗഡ. യാസിർ അഹമ്മദ് കോളർ പോലീസുമായി ബന്ധപ്പെട്ടു. BEMLൻ്റെ ട്രെയിലർ മോഷണം പോയതായി പരാതി കിട്ടിയിട്ടുണ്ടെന്നറിഞ്ഞു. പിന്നെ രുദ്രേഷ് ഗൗഡ. അയാൾ കൊല്ലപ്പെട്ടെന്നും അയാൾക്ക് ഇത്തരം കോൺട്രാക്ട് ഇല്ലായിരുന്നുവെന്നും മറുപടി കിട്ടി. യാസിർ അഹമ്മദ് ഒരു നിമിഷം ഓർത്തുനിന്നു. തൻ്റെ അറിവനുസരിച്ച് കലിംഗ റാവുവാണ് ഇതിന് പിന്നിൽ. പക്ഷെ അയാളിലേക്ക് എത്തിപ്പെടാൻ തെളിവുകൾ ഒന്നുമില്ല. ഇനി കലിംഗ റാവു ഇത്തരം ഒരു ലോഡ് പൈപ്പ് കാട്ടി തങ്ങളെ പറ്റിച്ചതാകുമോ? ഒറിജിനൽ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാൻ. ഇനി അവിടെ നിന്നിട്ട് പ്രയോജനമില്ലെന്ന് തോന്നിയ അയാൾ ജീപ്പിലേക്ക് കയറി. പിന്നാലെ പോലീസുകാരും. ജീപ്പ് അവിടെയിട്ട് തിരിച്ച് ബൈപ്പാസിലേക്ക് പോയി. ഒന്നും മനസ്സിലാകാതെ ഇരിക്കുകയായിരുന്നു പെടരായിഡു. എന്താ കാര്യമെന്ന് നോക്ക്. അവൻ കുരങ്ങ് കൃഷ്ണയ്ക്ക് നിർദ്ദേശം നൽകി. കുരങ്ങ് രണ്ടുപേരെയും കൂട്ടി ഇറങ്ങി ട്രെയിലറിന് അടുത്തെത്തി. ഞെട്ടിപ്പോയി അവർ. തങ്ങൾ കോളാറിൽ നിന്നയച്ച പൈപ്പുകളാണ് അതെങ്കിലും അതിനുള്ളിൽ ഒന്നുമില്ല, കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് പോലെ. അവർ വേഗം ചെന്ന് പെടരായിഡുവിനോട് വിവരം പറഞ്ഞു. കിടുങ്ങിപ്പോയി അവൻ. ആ പൈപ്പുകൾ തന്നെയാണ് അതെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? അതെ സാബ്, പക്ഷേ. മതി. അവൻ കൈ ഉയർത്തി. അതോടെ ഒരു കാര്യത്തിൽ കൂടി അവന് സംശയമായി. കാളിച്ചരണിൻ്റെ കളി തന്നെയല്ലേ ഇത്? അതെ, സമർത്ഥമായി അവൻ തങ്ങളെ കബളിപ്പിച്ചു. മാത്രമല്ല അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടതിന് പിന്നിലും അവൻ്റെ ബുദ്ധി തന്നെ. പെട്ടെന്ന് പെടരായിഡു തങ്ങൾ കാളിക്ക് നൽകിയ ഫോണിലേക്ക് വിളിച്ചു. ബെല്ലടിക്കുന്നത് കണ്ട് കാളിച്ചരൺ SP മഹിപാൽ യാദവിനെ നോക്കി. അവനാണ് സർ. സാരമില്ല, നമ്മൾ തീരുമാനിച്ചതുപോലെ പറഞ്ഞോളൂ. കാളി ഒന്നും അറിയാത്ത ഭാവത്തിൽ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? നിന്റെ കാലൻ. ചീർന്നതുപോലെ പെടരായിഡുവിൻ്റെ ശബ്ദം. ഏയ്, കാലന് എന്തു വേണം? കാളി തിരക്കി. എടാ മോനെ, ഇത് ഞാനാടാ പെടരായിഡു. നീ എന്താടാ പൊട്ടൻ കളിക്കുകയാണോ? അയ്യോ, സത്യമായും അല്ല സാബ്. എനിക്ക് നമ്പർ പിടികിട്ടിയില്ല. അവൻ അവിടെ ഇരുന്ന് SUVയിലേക്ക് ഉറ്റുനോക്കി. ഈ ഫോണിൽ ഞാനോ അച്ഛനോ അല്ലാതെ മറ്റാരും വിളിക്കില്ലെന്ന് നിനക്കറിയില്ലേടാ. അവൻ്റെ പല്ലുകൾ ഞെരിയുന്ന ശബ്ദം കാളി കേട്ടു. പ്ലാന്റിലേക്ക് വാഹനങ്ങൾ തുരുതുരെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ അത്രയും ചിന്തിച്ചില്ല സാബ്. കാളി ക്ഷമാപണം ഭാവിച്ചു. മൂളുന്നതുപോലെ പെടരായിഡു മൂളി. നീ എവിടാ? സേലത്തുണ്ട് സാബ്. ട്രെയിലറോ? അതൊരു ബൈ റോഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുക. എന്തിന്? കോളർ രജിസ്ട്രേഷനുള്ള ഒരു പോലീസ് ജീപ്പ് ഞങ്ങളെ പിന്തുടർന്നു വന്നു. കാളിയുടെ ഇത്രയും നേരത്തെ സംഭാഷണത്തിനിടയിൽ പെടരായിഡുവിന് സംശയിക്കത്തക്ക വിധത്തിൽ ഒന്നും കിട്ടിയില്ല. പക്ഷേ പൈപ്പുകൾ ശൂന്യമായതെങ്ങനെ? അത് നേരിൽ ചോദിക്കേണ്ട ചോദ്യമാണെന്ന് അവന് തോന്നി. പോലീസ് പോയി. നീ ട്രെയിലറിന് അടുത്തേക്ക് വാ. സാബ് അവിടെയുണ്ടോ? ഉണ്ട്. ശരി, വരാം. കാളി ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ മടങ്ങിയെത്തിയ മണിക്കുട്ടൻ കാളിയോടും മഹിപാൽ യാദവിനോടും വിവരം പറഞ്ഞു. നീ വേഗം കയറ്. മഹിപാൽ തിടുക്കം കൂട്ടി. അവൻ കയറി. മഹിപാൽ ജീപ്പ് തിരിച്ചുവിട്ടു. അവൻ ഇനിയും വിളിക്കും. കാളി പിറുപിറുത്തു. സാരമില്ല, അതിനു മുൻപ് നീ അങ്ങോട്ട് വിളിക്ക്. മഹിപാൽ ആക്സിലേറ്റർ ഞെരിച്ചു. മിന്നൽ വേഗത്തിൽ അവർ ബൈപ്പാസിലെത്തി. കോയമ്പത്തൂർ റോഡിലൂടെ ജീപ്പ് നിലം തൊടാതെ എന്നവണ്ണം കുതിച്ചു. ഇനി വിളിച്ചോ, മഹിപാൽ നിർദ്ദേശിച്ചു. കാളിചരൺ ഇങ്ങോട്ട് വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. നീ എത്തിയോ? പെടരായിഡുവിൻ്റെ ചോദ്യം. ഇല്ല സാബ്. ദേ, എന്നെ കർണാടക പോലീസ് വളയുന്നു. പെടരായിഡു ഷോക്കേറ്റതുപോലെ പൊളിഞ്ഞു. ഞാൻ എന്തു ചെയ്യണം സാബ്? നീ പിടികൊടുക്കരുത്. ഇനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും എട എന്നലറിക്കൊണ്ട് മഹിപാൽ ഫോൺ പിടിച്ചു വാങ്ങി. ഇനി യാസറിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോടെ റാസ്കൽ. അലർച്ചയും തുടർന്ന് ഒരടിയുടെ ശബ്ദവും കാളിയുടെ വിലാപവും പെടരായിഡു കേട്ടു. മഹിപാലിൻ്റെ ശബ്ദം അവന് തിരിച്ചറിയാനുമായില്ല. മഹിപാൽ അടിച്ചത് ജീപ്പിൻ്റെ ഡാഷ്ബോർഡിലായിരുന്നു. ആ നേരത്ത് തന്നെ കാളി ഫോൺ മുഖത്തോട് ചേർത്ത് ഒന്ന് നിലവിളിക്കുകയും ചെയ്തു. അവൻ പോലീസ് പിടിയിലായെന്ന് അതോടെ പെടരായിഡു വിശ്വസിച്ചു. അന്വേഷണം തങ്ങളിലേക്ക് നീളാതിരിക്കാൻ അവൻ ഫോൺ തുറന്ന് സിം കാർഡ് എടുത്ത് കടിച്ചു ചുളുക്കി വലിച്ചെറിഞ്ഞു. ഇനി എന്തു വേണമെന്ന് പെടരായിഡുവിന് മനസ്സിലായില്ല. കോടികളാണ് നഷ്ടമാകുന്നത്. കാളിയെ ഏതു പോലീസ് പിടിച്ചാലും തൻ്റെ കയ്യിൽ കിട്ടിയേ പറ്റൂ. പൈപ്പുകളിൽ ഉണ്ടായിരുന്ന സ്വർണം എങ്ങനെ നഷ്ടമായെന്ന് അറിയണം. വണ്ടി തിരിക്ക്. പെടരായിഡു കുരങ്ങ് കൃഷ്ണയോട് പറഞ്ഞു. SUVയും അവിടെ തിരിഞ്ഞ് ബൈപ്പാസിലേക്ക് പോയി. പെടരായിഡു മറ്റൊരു ഫോണിലൂടെ കലിംഗ റാവുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. കലിംഗ റാവു സ്തബ്ധനായി. അപ്പ, ഇപ്പോൾ തന്നെ അപ്പാജി റാവുവിനെ വിളിക്ക്. കാളിയെ യാസിർ അഹമ്മദ് എന്തു ചെയ്യാൻ പോകുന്നെന്ന് ചോദിക്ക്. അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ഹൈവേയിൽ കയറിയ SUV അവിടെ തന്നെ ഇടാൻ പെടരായിഡു കൽപ്പിച്ചു. അരമണിക്കൂർ
കലിംഗറാവുവിൻ്റെ സന്ദേശം അവനു കിട്ടി. യാസിർ അഹമ്മദ് ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അയാൾ പേ പിടിച്ചതുപോലെ പായുകയാണ്. പെഡറായിഡു തല കുടഞ്ഞു. ശരിയപ്പ, പിന്നെ വിളിക്കാം. ഫോൺ കട്ട് ചെയ്ത് കയ്യിൽ വെച്ചുകൊണ്ട് അവനോർത്തു, കാളി തന്നോട് കളവ് പറഞ്ഞതാണ്. ഇത്രയും നേരം കൊണ്ട് അവൻ എവിടെ വരെ എത്തിയെന്നറിയില്ല. എന്നാലും കേരളത്തിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. പാലക്കാട് വരെയെങ്കിലും ആദ്യഘട്ടത്തിൽ തിരയാൻ പെഡറായിഡു തീരുമാനിച്ചു. ഏതു മാളത്തിൽ പോയി ഒളിച്ചാലും കാളിയെ താൻ പൊക്കിയിരിക്കും. അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് കുരങ്ങ് കൃഷ്ണ കണ്ടു. ജാക്സൺ അലിമാവോയുടെ കുറ്റസമ്മതവും തുടർന്ന് റോക്കി അയാളെ കൊല്ലുന്ന രംഗവുമൊക്കെ രാവിലെ മുതൽ യൂട്യൂബിൽ ജനങ്ങൾ കണ്ടു തുടങ്ങി. അത് വൈറലായത് വളരെ പെട്ടെന്നാണ്. ഉച്ചയ്ക്ക് മുൻപ് 40 ലക്ഷത്തോളം പേർ കണ്ടുകഴിഞ്ഞു. സേലം ഇന്റർനാഷണൽ ഹോട്ടലിലെ ജീവനക്കാർക്ക് അത് കണ്ടപ്പോൾ സംശയം തോന്നി. അവർ ജാക്സണും മറ്റും താമസിച്ചിരുന്ന റൂമിലേക്കോടി. വാതിൽ തള്ളി തുറന്ന അവർ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ട് പോലീസിന് വിവരം നൽകി. യൂട്യൂബിലെ ദൃശ്യങ്ങൾ TV, പത്രമാധ്യമങ്ങളും ഏറ്റെടുത്തു. മാസങ്ങൾക്ക് മുൻപ് ഇടുക്കിയിൽ നടന്ന അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങിനെയും അതോടൊപ്പമുണ്ടായ സംഭവത്തെയും കുറിച്ച് അറിയാൻ മീഡിയയും പോലീസും കൂടുതൽ തിരച്ചിൽ തുടങ്ങി. ആ നേരത്ത് കലിംഗറാവുവും കേരളത്തിലേക്ക് പോരാൻ ഒരുങ്ങുകയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡീലിംഗ് നഷ്ടപ്പെടുത്താൻ അയാൾ ഒരുക്കമല്ലായിരുന്നു. എന്നാൽ പോകുന്നതിനു മുൻപ് പോർച്ചെവിയനെ കാണണമെന്ന് കലിംഗറാവു തീരുമാനിച്ചു. ഇനിയുള്ള ഹണ്ടിംഗ് താൻ നേരിട്ടാണ് നടത്തുന്നത്. ഒരു ചുരുട്ടെടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ പോർഷ് 911 ടർബോ എസ് കാറിൽ കയറി. ഡ്രൈവർ മാത്രമേ അതിൽ അയാളോടൊപ്പമുള്ളൂ. പിന്നിൽ 2 ബൊലീറോകളിൽ ഗുണ്ടാപ്പട. ചോളത്തോട്ടത്തിനു മുന്നിൽ പൊടിപടലങ്ങൾ ഇളക്കിക്കൊണ്ട് വണ്ടികൾ ബ്രേക്കിട്ടു. പവർ വിൻഡോ താഴ്ത്തിയിട്ട് കലിംഗറാവു കൽപ്പിച്ചു, പോയി പിടിച്ചോണ്ടുവാ അവനെ. ഗുണ്ടകൾ കരിമ്പനകൾക്ക് ചൂട്ടിലേക്കോടി. കാറ്റിൽ പനയോലകൾ ഇളകിക്കൊണ്ടിരുന്നു. എന്നാൽ പോർച്ചെവിയൻ്റെ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അവർ അതിൻ്റെ വാതിൽ ചവിട്ടി തുറന്നു. പിന്നെ വേട്ട നായ്ക്കളെപ്പോലെ അകത്തേക്ക് കയറി. ഭയാനകമായ ഒരു നിശബ്ദത. അവിടെ ആരുമില്ല. എല്ലാം വാരിയെടുത്തുകൊണ്ട് രക്ഷപ്പെട്ടതുപോലെ. കലിയടങ്ങാതെ ഗുണ്ടകൾ പനയോല മേഞ്ഞ ആ വീടിന് തീയിട്ടു. പിന്നെ മടങ്ങി. കോയമ്പത്തൂരിലെത്തിയപ്പോൾ കാളിച്ചരൺ വാസുകിയെ വിളിച്ചു. 2ാമത്തെ ബെല്ലിന് അവൾ കോൾ എടുത്തു. കാളി എവിടെയെത്തി? അവൾ ആദ്യം ചോദിച്ചത് അതാണ്. അവൻ സ്ഥലം പറഞ്ഞു. നിങ്ങളോ? പാലക്കാട് ഒരു ലോഡ്ജിലുണ്ട്, ഹോട്ടൽ ഷൈൻസ്. ശരി, ഞങ്ങളും അങ്ങെത്തിക്കൊള്ളാം. അപ്പോൾ ട്രെയിലറോ? അവളുടെ ശബ്ദത്തിൽ സംശയം. അതേക്കുറിച്ചൊക്കെ നേരിൽ പറയാം. അവൻ കോൾ മുറിച്ചു. ഇപ്പോൾ ജീപ്പ് ഓടിക്കുന്നത് അവനായിരുന്നു. കോയമ്പത്തൂർ പാലക്കാട് 45 കിലോമീറ്ററാണ്. എത്ര തിരക്കാണെങ്കിലും 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കില്ലെന്ന് അവനറിയാം. എന്നാൽ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് കാളിച്ചരണോ മണിക്കുട്ടന് പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പെഡറായിഡു ആളിനെ ഏർപ്പാടാക്കിയിരുന്നു. കാളിയുടെയും മണിക്കുട്ടൻ്റെയും ഫോട്ടോകൾ വാട്സാപ്പിലൂടെ അയാൾ തൻ്റെ ആളുകൾക്ക് അയച്ചിരുന്നു. വാളയാർ ചെക്ക് പോസ്റ്റ്. നിരനിരയായി നീങ്ങുന്ന വാഹനങ്ങൾക്ക് പിന്നിൽ കാളിച്ചരണം ജീപ്പ് വിട്ടു. തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം വേറെ ചിലരും ഓരോ വാഹനങ്ങളിലുള്ളവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രൈവറ്റ് വാഹനങ്ങൾ സാധാരണ പരിശോധിക്കാറില്ലല്ലോ. കാളി പിറുപിറുത്തു. മെല്ലെ മുന്നോട്ട് വന്ന അവരുടെ ജീപ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞു നിർത്തി. പിന്നെ അതിലിരുന്നവരെ സൂക്ഷിച്ചു നോക്കി. ഒപ്പം തൻ്റെ ഫോണിൽ കിട്ടിയ ഫോട്ടോയിലേക്കും അയാളുടെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. കാളിച്ചരൺ. അതെ. പറഞ്ഞു കഴിഞ്ഞതും അവന് അപകടം മണത്തു. പേര് മാറ്റിപ്പറഞ്ഞാലും പ്രയോജനമില്ലെന്ന് അവൻ പെട്ടെന്ന് മനസ്സിലാക്കി. കാരണം തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കേണ്ടി വന്നാൽ പിടിക്കപ്പെടും. പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വട്ടം കൂടി ഫോണിലേക്ക് ശ്രദ്ധിച്ചിട്ട് മണിക്കുട്ടന് നേരെ തിരിഞ്ഞു. മണിക്കുട്ടൻ, നീയല്ലേ? അത് പിന്നെ. അവൻ പതറി. പോലീസുകാരൻ തിരിഞ്ഞ് ഒരു സിഗ്നൽ കൊടുത്തു. പെട്ടെന്ന് 4-5 പേർ ജീപ്പ് വളഞ്ഞു. ഈ വെഹിക്കിളും നിങ്ങളെയും ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുക, ഓഫീസർ പറഞ്ഞു. എന്തിന്? അതുവരെ എല്ലാം കണ്ടും കേട്ടുമിരുന്ന മഹിപാൽ യാദവാണ് ചോദിച്ചത്. ഡ്രഗ് മാഫിയയുമായി ബന്ധമുള്ളവരാണ് ഈ വണ്ടിയിൽ വരുന്നതെന്ന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിയും നിങ്ങളെയും വിശദമായി പരിശോധിച്ചേ പറ്റൂ. മഹിപാലിൻ്റെ കണ്ണുകൾ കുറുകി. പരിശോധന നിങ്ങൾക്ക് നടത്താം. അത് നിങ്ങളുടെ ഡ്യൂട്ടി. എന്നാൽ തെളിവൊന്നും കിട്ടാതെ ഞങ്ങളെ കസ്റ്റഡിയിലെടുക്കാൻ വകുപ്പില്ലല്ലോ. അയാൾ തൻ്റെ ഐഡന്റിറ്റി കാർഡ് എടുത്ത് കാണിച്ചു. താൻ സസ്പെൻഷനിലാണെന്ന് ഇവർക്കറിയില്ലല്ലോ. സർ. പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അറ്റൻഷനായി. സോറി സർ, ആളറിയാതെ. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് വെഹിക്കിൾ ചെക്ക് ചെയ്യാം. അപ്പോൾ മനസ്സിലാകും കിട്ടിയ മെസ്സേജ് ഫേക്കായിരുന്നെന്ന്. വേണ്ട സർ. അയാൾ കൈ കാണിച്ചു. വണ്ടി കടത്തിവിടാൻ. ക്രോസ് ബാർ ഉയർന്നു. അതിനിടയിലൂടെ ജീപ്പ് പാഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെഡറായിഡുവിൻ്റെ SUVയും അവിടെ ബ്രേക്കിട്ടു. എവിടെയവർ?
വിടേണ്ടി വന്നു സാർ. അതിലൊരു SP ഉണ്ടായിരുന്നു. മഹിപാൽ യാദവ് എന്നാണ് പേര്. ഓഫീസർ അറിയിച്ചു. സാറിന് ഫോൺ ചെയ്തു കഴിഞ്ഞാണ് ഞങ്ങൾ SP തിരിച്ചറിഞ്ഞത്. ഷിറ്റ്. പെഡരായിഡു കൈ ചുരുട്ടി സ്റ്റിയറിംഗ് വീലിലിടിച്ചു. പിന്നെ കുരങ്ങ് കൃഷ്ണയോട് അലറി, ക്വിക്ക്, അവരുടെ പിന്നാലെ വിട്. കാളിയും മറ്റും പോയതിനു പിന്നാലെ SUVയും കേരളത്തിന്റെ മണ്ണിലേക്ക് പാഞ്ഞു. അധ്യായം 32. ഇപ്പോഴല്ലേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത്. പെഡരായിഡു അണപ്പല്ലുകൾ കടിച്ചമർത്തി മുന്നോട്ട് നോക്കിയിരുന്നു. കുരങ്ങ് കൃഷ്ണ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ആ മഹിപാൽ യാദവും കൂടെയുള്ളതുകൊണ്ട് അവനിങ്ങനെ രക്ഷപ്പെട്ടു പോന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയതിന് പിന്നിലും മഹിപാലിന് പങ്കുണ്ട്, എനിക്കുറപ്പാ. അത് നേരാ, മറ്റുള്ളവരും സമ്മതിച്ചു. പെട്ടെന്ന് കുരങ്ങ് കൃഷ്ണ തിരക്കി. എന്നാലും പൈപ്പിനുള്ളിലുണ്ടായിരുന്ന സ്വർണം എവിടെപ്പോയി? പെഡരായിഡുവിന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം അതുമാത്രമാണ്. അത്രയും നീളമുള്ള പൈപ്പുകളിൽ നിന്ന് സ്വർണം നീക്കുന്നത് എളുപ്പമല്ല. തങ്ങളുടെ ആളുകൾ ഓരോ പോയിന്റ് കടന്നു പോകുമ്പോഴും അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. സാരമില്ല. പെഡരായിഡു ഒരു ചുരുട്ട് കടിച്ചു പിടിച്ചിട്ട് അതിൽ തീ പകർന്നു. എന്നിട്ട് തുടർന്നു, അവനെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഉത്തരമാകും. കുരങ്ങ് കൃഷ്ണ വീണ്ടും ആക്സിലേറ്റർ ഞെരിച്ചു. SUV നിലം തൊടാതെ പാഞ്ഞുകൊണ്ടിരുന്നു. പെഡരായിഡു കലിംഗറാവുവിന് ഫോൺ ചെയ്തു. അപ്പ, ആ മഹിപാൽ യാദവ് കാളിയുടെ കൂടെയുണ്ട്. അപ്പ ഇക്കാര്യം IG പറയണം. അവർ തേടിക്കൊണ്ടിരിക്കുകയല്ലേ അയാളെ. വന്ന് കസ്റ്റഡിയിലെടുക്കട്ടെ. പറയാം. കലിംഗറാവു സമ്മതിച്ചു. നീ ഇപ്പോൾ എവിടെയായി? അവൻ സ്ഥലം പറഞ്ഞു. ആ നേരത്ത് കാളിചരണും മഹിപാൽ യാദവും മണിക്കുട്ടനും കഞ്ഞിക്കോട് എത്തിയിരുന്നു. അവന്മാർ പിന്നാലെ വരുമോ അതോ തിരിച്ചു പോകുമോ? സാറിന് എന്തു തോന്നുന്നു? കാളിചരൺ മഹിപാലിനെ നോക്കി. കലിംഗറാവുവിൻ്റെ പുത്രനല്ലേ അവൻ, തീർച്ചയായും വരും. അപ്പോൾ മഹിപാലിൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ അത് അറ്റൻഡ് ചെയ്തു. 1 മിനിറ്റ് നേരത്തെ സംസാരം. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടിട്ട് അയാൾ കാളിചരനോട് പറഞ്ഞു, നമ്മുടെ പിന്നാലെ ഒരാൾ കൂടി വരുന്നുണ്ട് കാളി. അതാര്? സാക്ഷാൽ കലിംഗറാവു. അവർ രണ്ടും കൽപ്പിച്ച മട്ടാണല്ലോ. പിന്നല്ലാതെ. കോടികളുടെ സ്വർണം അവർ ഉപേക്ഷിക്കുമോ? 20 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ അവർ പാലക്കാട് ഷൈൻസ് ഹോട്ടലിലെത്തി. അവിടെ ഒരു 3 ബെഡ്റൂം എടുത്തു. ഉടൻ തന്നെ കാളി വാസുകിയെ വിളിച്ചു. നിങ്ങൾ ഏത് റൂമിലാ വാസുകി? 102, 103. ഒന്നിൽ ഞാനും കാളിയുടെ അച്ഛനൊഴികെയുള്ളവരും, അടുത്തതിൽ അച്ഛനും കോൺസ്റ്റബിൾ വെള്ളയനും. എങ്കിൽ ഞങ്ങളും എവിടെയുണ്ട്? 111. വാസുകിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നേരെ? അതേടി, ഞങ്ങൾ അങ്ങോട്ട് വരികയാ. അവർ മൂവരും 102ലേക്ക് ചെന്നു. നാഗരാജനും വെള്ളയനും കൂടി അവിടെ എത്തി. ഒരു കസേരയിൽ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുകയായിരുന്നു ചീറ്റ. അവർ അകത്ത് കിടന്നതും അത് മൂക്കുന്നു വിടർത്തി മണം പിടിച്ചു. പിന്നെ കണ്ണു തുറന്നു. ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ചീറ്റ ചാടിയിറങ്ങി. എന്നിട്ട് വാലാട്ടിക്കൊണ്ട് കാളിയുടെ ശരീരത്തിലേക്ക് കൈകളുയർത്തി ചുറ്റിപ്പിടിച്ചു. ചീറ്റേ, നീ എന്നെ മറന്നില്ലേടാ? അവൻ അതിൻ്റെ ശിരസിൽ തലോടി. കിടക്കയിലും കസേരകളിലുമൊക്കെയായി എല്ലാവരും ഇരുന്നു. വാസുകി വാതിലടച്ച് ബോൾട്ടിട്ടു. നമ്മളിങ്ങനെ ഒരുമിച്ച് കാണുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ലടാ, നാഗരാജൻ പറഞ്ഞു. അയാളുടെ ശബ്ദം പതറിയിരുന്നു. ഞങ്ങളും. മണിക്കുട്ടനാണ് പറഞ്ഞത്. കലിംഗറാവുവിൻ്റെ ഡ്രാക്കുള കോട്ടയിൽ എല്ലാം അവസാനിച്ചെന്നാണ് കരുതിയത്. തുടർന്ന് അവൻ അപൂർവയെ ഒന്ന് നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു ചിരിമിന്നി. വാസുകിയും വിശ്വജാലയും അത് ശ്രദ്ധിച്ചിട്ട് പരസ്പരം നോക്കി ഒന്ന് തലയാട്ടി. എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. വഴിയിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ. കലിംഗറാവുവിൻ്റെ ആളുകൾ ഞങ്ങളെ ഒരു ടാങ്കർ ലോറിക്കുള്ളിലാ അവിടെ നിന്ന് കടത്തിയത്, മണിക്കുട്ടനെ അടിച്ചു വീഴ്ത്തിയിട്ട്. അത് പറയുമ്പോൾ വനജയ്ക്ക് ഇപ്പോഴും ഭീതി വിട്ടുമാറാത്തതുപോലെ. എന്തൊരു സ്പിരിറ്റ് ഗന്ധമായിരുന്നു അതിനുള്ളിൽ. അവിടെ തന്നെ ബോധം കെട്ട് വീഴുമെന്ന് തോന്നി. പിന്നെ കലിംഗറാവുവിൻ്റെ ബംഗ്ലാവിലെ തടവു ജീവിതം. എന്നാലും വിശ്വച്ചിയുടെ ധൈര്യം അപാരം തന്നെ. അപൂർവയ്ക്ക് പറയാതിരിക്കാനായില്ല. എത്ര ചങ്കൂറ്റത്തോടാ ആ പെഡരായിഡുവിൻ്റെ മുന്നിലേക്ക് പോയത്. വിശ്വജാലയുടെ മുഖത്ത് വിളറിയ ഒരു ചിരിയുണ്ടായി. ജീവിതം അവസാനിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ധൈര്യമുണ്ടായിപ്പോകും. അത് ചുമ്മാ. കാളിയേട്ടൻ വരുമെന്ന് വിശ്വച്ചിക്ക് നല്ല ഉറപ്പായിരുന്നു. അത് കേട്ട് കാളിയൊന്ന് ചിരിച്ചു. നേരം ഉച്ചയായിരുന്നു. അവർ റൂമിലേക്ക് ഭക്ഷണം വരുത്തി കഴിച്ചു. പിന്നെ അവരവരുടെ മുറികളിൽ പോയി കിടന്നുറങ്ങി. വിശ്വജാലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കാളിയോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം കിട്ടിയില്ല. വൈകിട്ട് വീണ്ടും അവർ ഒരു മുറിയിൽ ഒത്തുകൂടി. അടുത്ത പരിപാടി എന്താ കാളി? നമ്മളിവിടെ കഴിയുന്നത് സേഫാണോ? വാസുകി തിരക്കി. ഇത്രയും ദൂരം സഞ്ചരിച്ചതല്ലേ നമ്മൾ.
രാത്രി ഇവിടെ വിശ്രമിച്ചിട്ട് മതി ഇനിയുള്ള യാത്ര. ഒരുപാട് കാര്യങ്ങൾ അതിനിടയ്ക്ക് തീരുമാനിക്കാനുണ്ട്. ഏതായാലും ഇവരെ ആരെയും ചിറ്റാറിന് വിടാനും പറ്റില്ലല്ലോ. അവിടെ നടന്ന കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് തെളിയിക്കണം. അല്ലാതെ അങ്ങോട്ട് ചെന്നാൽ വിഷുജാല ജയിലിൽ കഴിയേണ്ടി വരും. അതിന് നമ്മൾ എന്തു ചെയ്യണം? എല്ലാവരും കൂടിയാലോചിച്ചു. സ്ത്രീകളെ എവിടെയെങ്കിലും സുരക്ഷിതമായി താമസിപ്പിച്ച ശേഷം നമുക്ക് ചിറ്റാറിലേക്ക് പോകാം. അവിടുത്തെ സ്ഥിതിഗതികൾ ആദ്യം അറിയണം. മഹിപാൽ യാദവ് അഭിപ്രായപ്പെട്ടു. മറ്റുള്ളവർ അത് സ്വീകരിച്ചു. ആ സമയത്ത് അവർ താമസിക്കുന്ന ഹോട്ടലിന് 1 കിലോമീറ്റർ അകലെയുള്ള ലോഡ്ജിൽ പെഡരായിഡുവും സംഘവും റൂമെടുത്തു കഴിഞ്ഞിരുന്നു. ഈ രാത്രി നമ്മളിവിടെ തങ്ങും. അവർ പാലക്കാട് വിട്ടിട്ടില്ലെങ്കിൽ കണ്ടെത്തിയിരിക്കണം. അവരുടെ ജീപ്പ് നമ്പർ ചെക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. പെഡരായിഡു എല്ലാ മുഖങ്ങളിലേക്കും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. 6 പേർ 6 ഓട്ടോകളിലായി തിരയണം. ഓട്ടോ ഡ്രൈവർമാർക്ക് ഇവിടെയുള്ള എല്ലാ ലോഡ്ജുകളും ഹോട്ടലുകളും അറിയാമല്ലോ. സന്ധ്യയായപ്പോൾ അവർ തിരച്ചിൽ തുടങ്ങി. കുരങ്ങ് കൃഷ്ണയുടെ ഒരനുയായിയാണ് ഷൈൻസ് ഹോട്ടലിന് മുന്നിൽ കർണാടക രജിസ്ട്രേഷനുള്ള ജീപ്പ് കണ്ടെത്തിയത്. അതിനപ്പുറത്ത് കിടന്ന വാസുകിയുടെ ബൊലീറോ അയാൾ കണ്ടുമില്ല. അയാൾ അപ്പോൾ തന്നെ ഹോട്ടലിൻ്റെ റിസപ്ഷനിലെത്തി ജീപ്പിൽ വന്നവരെക്കുറിച്ച് തിരക്കി. അവർ താമസിക്കുന്ന റൂമിൻ്റെ നമ്പർ മനസ്സിലാക്കിയിട്ട് കുരങ്ങ് കൃഷ്ണയെ വിവരമറിയിച്ചു. കുരങ്ങ് ആ വിവരം പെഡരായിഡുവിന് കൈമാറി. എല്ലാവരും മടങ്ങി വരാൻ പറ കുരങ്ങേ, പെഡരായിഡു കൽപ്പിച്ചു. 10 മിനിറ്റുകൾക്കുള്ളിൽ എല്ലാവരും ഒത്തുകൂടി. പഴശ്ശിരാജയുടെ കോട്ട. അവിടെ കാറ്റേറ്റിരിക്കുന്നവർ ധാരാളമുണ്ടായിരുന്നു. പുൽത്തകടിയിൽ ചരിഞ്ഞു കിടന്നുകൊണ്ട് ചുറ്റുമിരിക്കുന്ന തൻ്റെ ആളുകളുമായി പെഡരായിഡു സംസാരിച്ചു. എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ബലഹീനൻ മണിക്കുട്ടനാണ്. കാളിയെയും മഹിപാലിനെയും കിട്ടിയില്ലെങ്കിൽ ഈ മണിക്കുട്ടനെ നമ്മൾ കൊടുക്കണം. നമ്മുടെ മുന്നിൽ അവന് അധിക നേരം പിടിച്ചു നിൽക്കാനാവില്ല. അവനിലൂടെ മറ്റുള്ളവരെയും നമ്മൾ വരുത്തും. നമ്മുടെ കാൽക്കീഴിൽ സ്വർണം എവിടെ ഒളിപ്പിച്ചെന്ന് അവൻ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. പോരെ? മതി. പക്ഷേ കുരങ്ങ് കൃഷ്ണ ഇടയ്ക്ക് നിർത്തി. എന്താ? പെഡരായിഡു പുരുകം ചുളിച്ചു. നമ്മൾ ഏതു രൂപത്തിൽ അവനെ പിടിക്കും? ഒരു കമാൻഡോ ഓപ്പറേഷൻ പോലെയോ ചാവേറുകളെപ്പോലെയോ നമ്മൾ ഹോട്ടലിലേക്ക് ഇരച്ചു കയറിയാൽ ഹോട്ടലുകാരുടെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അവർ പോലീസിൻ്റെ സഹായം തേടും. ഇത് കേരളമാണ്. പെഡരായിഡുവിൻ്റെ കണ്ണുകൾ കുറുകി. അതിന് പണിയുണ്ട്. നിങ്ങൾ 2 പേർ അവിടെ റൂമെടുക്ക്. അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്ക്. അവർക്ക് പരിചയമില്ലാത്തവർ വേണം റൂമെടുക്കാൻ. പെഡരായിഡു ബാക്കി കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. 2 പേർ ഹോട്ടൽ ഷൈൻസിൽ റൂമെടുത്തു. നമ്പർ 114. വാതിൽ ചാരിയിട്ട് മുറിയിലെ ലൈറ്റ് മണച്ച് അവർ ഇടനാഴിയിലേക്ക് നോക്കിയിരുന്നു. സമയം കടന്നുപോയി. അപ്പോൾ കണ്ടു, മണിക്കുട്ടൻ മുറിക്ക് പുറത്തേക്ക് വരുന്നു. പുറത്തുപോയി സിഗരറ്റ് വാങ്ങുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഞാൻ കൂടെ വരണോടാ? മുറിയിൽ നിന്ന് കാളി വിളിച്ചു ചോദിച്ചു. എന്താ, നിനക്കവിടെ ഇരിക്കാൻ പേടിയാണോ? ചിരിച്ചുകൊണ്ട് മണിക്കുട്ടൻ കോണിപ്പടികൾ ഇറങ്ങിപ്പോയി. മുറിക്കുള്ളിൽ കാത്തിരുന്നവർ അപ്പോൾ തന്നെ കുരങ്ങ് കൃഷ്ണയെ വിളിച്ച് വിവരം പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ പോയി. ഹോട്ടൽ മുറ്റം കടന്ന് മണിക്കുട്ടൻ റോഡിലെത്തി. നേരം ഇരുട്ടിയിട്ടും വാഹനത്തിരക്കിന് യാതൊരു കുറവുമില്ല. അവിടെ ഒരു തട്ടുകടയിൽ നല്ല തിരക്ക്. ചൂട് ദോശയുടെയും ഓംലെറ്റിൻ്റെയും ഗന്ധം. മണിക്കുട്ടൻ്റെ നാവിൽ വെള്ളം മുറി. കടയിൽ നിന്ന് ഒരാൾ സിഗരറ്റ് വാങ്ങിക്കുന്നത് കണ്ട് അവനും അവിടേക്ക് ചെന്നു. ചേട്ടാ, ഒരു പാക്കറ്റ് വിൽസ്. അവൻ പണം നീട്ടിയതും തൊട്ടരികിൽ ഒരു SUV ബ്രേക്കലറി നിന്നു. മണിക്കുട്ടൻ ഞെട്ടിത്തിരിഞ്ഞു. വണ്ടിയുടെ ഡോർ തുറന്ന് കുരങ്ങ് കൃഷ്ണ ഇറങ്ങുന്നത് മിന്നായം പോലെ അവൻ കണ്ടു. അപകടം. മണിക്കുട്ടൻ തിരിഞ്ഞോടാൻ ഭാവിച്ചു. അപ്പോഴേക്കും പിന്നാലെ എത്തിയവർ അവനെ ചുറ്റിപ്പിടിച്ചു. പിന്നെ കുരങ്ങ് കൃഷ്ണയും കൂടി ചേർന്ന് അവനെ SUVയിലേക്ക് വലിച്ചു കയറ്റി. മിന്നൽ വേഗത്തിൽ അത് കുതിച്ചകന്നു. 1 മിനിറ്റ് കൊണ്ടാണ് ഇത്രയും നടന്നത്. കടയിലും പരിസരത്തുമുണ്ടായിരുന്നവർക്ക് ഒന്നും മനസ്സിലായില്ല. സമയം കടന്നുപോയി. ഇവനിത് എവിടെ പോയിരിക്കുക? മഹിപാൽ യാദവിനെ ഒന്ന് നോക്കിയിട്ട് കാളി മണിക്കുട്ടൻ്റെ സെല്ലിലേക്ക് വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്. എടുക്കുന്നില്ല. 2 വട്ടം കൂടി ഇത് ആവർത്തിച്ചു. കാളിക്ക് അപകടം തോന്നി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം സാർ. മഹിപാലിനോട് പറഞ്ഞിട്ട് കാളിയും ഇറങ്ങി. തട്ടുകടയിലെ തിരക്ക് കുറഞ്ഞിരുന്നു. റോഡിലേക്കിറങ്ങി കാളി ഇരുവശത്തേക്കും നോക്കി. കാൽനട യാത്രക്കാർ തീരെ കുറവ്. ഒരിടത്തും മണിക്കുട്ടനില്ല. ഒരിക്കൽ കൂടി സെൽഫോണിൽ ശ്രമിച്ചു നോക്കി. അപ്പോഴും ബെൽ മാത്രമുണ്ട്. എന്താ ചേട്ടാ? കാളിയുടെ നിൽപ്പും ഭാവവും കണ്ട് തട്ടുകടക്കാരൻ തിരക്കി. എൻ്റെ ഒരു സുഹൃത്ത് സിഗരറ്റ് വാങ്ങാൻ ഇങ്ങോട്ട് പോന്നതാ. കണ്ടില്ല. അയാളെയാണോ ചിലർ പിടിച്ചോണ്ടു പോയത്? ഒരു ചെക്ക് ഷർട്ടുകാരനാണോ? അതെ. കാളിയുടെ നട്ടലിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. കടക്കാരിൽ നിന്ന് അവന് ഉണ്ടായ വിവരമറിഞ്ഞു.
കാളിക്ക് തല കറങ്ങി. ഈശ്വര! മണിക്കുട്ടൻ! അവൻ റൂമിലേക്കോടി. മഹിപാലിനോട് വിവരം പറഞ്ഞപ്പോൾ അയാളും അമ്പരന്നു. തൽക്കാലം ഈ വിവരം മറ്റാരെയും അറിയിക്കണ്ട സാർ, അവരും ഭയക്കും. മഹിപാൽ നിഷേധഭാവത്തിൽ തലയിളക്കി. അറിയിക്കാതിരുന്നാൽ പറ്റില്ല കാളി, അവർക്കൊരു കരുതൽ വേണ്ടേ? നമ്മളിവിടെയുണ്ടെന്ന് അറിഞ്ഞ നിലയ്ക്ക് പെടരായിഡു ഇനിയും വന്നാലോ? അവസാനം അവർ എല്ലാവരോടും വിവരം പറഞ്ഞു. തങ്ങളല്ലാതെ ആര് വിളിച്ചാലും മുറി തുറക്കരുതെന്നും നിർദ്ദേശിച്ചു. നാഗരാജനെ കൂടി സ്ത്രീകളുടെ റൂമിലേക്ക് മാറ്റി. അപൂർവ ആരും കാണാതിരിക്കാൻ ബാത്റൂമിൽ പോയി നിന്ന് കരഞ്ഞു. വാസുകി ഇത്തിരി നേരം ചിന്തിച്ചിട്ട് തിരക്കി. മണിക്കുട്ടൻ്റെ ഡ്രസ്സുകൾ റൂമിലുണ്ടല്ലോ? ഉണ്ട്, കാളി പറഞ്ഞു. എങ്കിൽ വാ. അവൾ തിരിഞ്ഞ് നായയെ നോക്കി. ചിറ്റ, കമോൺ. നായും അവളുടെ പിന്നാലെ ചെന്നു. അതിനെ മണിക്കുട്ടൻ്റെ ഡ്രസ് മണപ്പിച്ചു. ഇനി ഇവൻ നമുക്ക് വഴി കാട്ടിത്തരും. ഇവിടുത്തെ പോലീസ് നായ്ക്കളേക്കാൾ മിടുക്കനാണ്. ചീറ്റ ഒന്ന് മുരണ്ടുകൊണ്ട് ഓടാൻ ഭാവിച്ചു. ചീറ്റ, സ്റ്റോപ്പ്! വാസുകി വിലക്കി. പട്ടി തിരിഞ്ഞു നിന്നു. വാസുകി ബൊലീറോയുടെ കീ കാളിച്ചരനെ ഏൽപ്പിച്ചു. മഹിപാൽ യാദവ്, കാളിച്ചരൺ, വെള്ളയൻ എന്നിവർക്കൊപ്പം ചീറ്റയെയും കൂട്ടി വാസുകിയും പോയി. കാളിയാണ് ജീപ്പ് ഡ്രൈവ് ചെയ്തത്. മുൻസിറ്റിൽ വാസുകിക്കൊപ്പം ചീറ്റ. അതിൻ്റെ ഓരോ മൂളലിലും ചലനത്തിനുമനുസരിച്ച് വാസുകി വഴി പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു. ആ നേരത്ത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് 1/2 കിലോമീറ്റർ അകലെയുണ്ടായിരുന്നു മണിക്കുട്ടൻ. പാൻസും ഷർട്ടും അഴിച്ചു മാറ്റിയ ശേഷം അവനെ ഒരു പാളത്തിൽ നെടുകെ മലർത്തിക്കിടത്തി കെട്ടിവച്ചിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കിനരികിൽ കിടക്കുന്ന SUV-യിൽ മണിക്കുട്ടൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അപ്പോഴും കേട്ടു. നിന്റെ മറ്റവനായിരിക്കും വിളിക്കുന്നത്. ഒരു ചുരുട്ടിന് തീ കൊളുത്തിക്കൊണ്ട് ക്രൂരമായ ചിരിയോടെ പെടരായിഡു അടുത്ത പാളത്തിലിരുന്നു. ചുറ്റും യമകിങ്കരന്മാരെ പോലെ 6 പേർ. ഒരു കവിൾ പുക വലിച്ചൂതി വിട്ടിട്ട് പെടരായിഡു തുടർന്നു. മണിക്കുട്ട, നായിൻ്റെ മോനെ, നീ വിചാരിച്ചോടാ കേരളത്തിൻ്റെ മണ്ണിൽ വന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന്? കേരളവും കർണാടകയും എനിക്ക് ഒരുപോലെയാടാ. മണിക്കുട്ടനൊന്നും മിണ്ടിയില്ല. അവൻ്റെ കണ്ണുകളിൽ മേഘം ഇടയ്ക്കിടെ വിഴുങ്ങുന്ന നിലാവും നക്ഷത്രങ്ങളും മാത്രം തറഞ്ഞു നിന്നു. എത്ര നേരം നീ ഇങ്ങനെ മിണ്ടാതെ കിടക്കുമിടാ? കുരങ്ങ് കൃഷ്ണ ചീറി. ഈ ട്രാക്കിലൂടെ ആദ്യം വരുന്ന ട്രെയിനിൻ്റെ ചക്രങ്ങൾ നിന്നെ 2ആയി പിളർത്തും. നിന്റെ കൈകളും കാലുകളും മാത്രം കിട്ടും കാളിക്ക്. തലയും നെഞ്ചുമടക്കം ഈ ട്രാക്കിൽ അരഞ്ഞു ചേരുകയും ചെയ്യും. അകലെ എവിടെ നിന്നോ ട്രെയിൻ വരുന്നതിൻ്റെ ഒരു കുലുക്കം പാളത്തിൻ്റെ തണുപ്പിനൊപ്പം അവൻ്റെ ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നതുപോലെ തോന്നി. കുരങ്ങ് അവൻ്റെ നെഞ്ചിലേക്ക് കാലുയർത്തി ഒറ്റച്ചവിട്ട്. എത്ര പല്ല് കടിച്ചു പിടിച്ചിട്ടും മണിക്കുട്ടൻ നിലവിളിച്ചു. കരഞ്ഞാലും കാല് പിടിച്ചാലും നിനക്ക് രക്ഷയില്ലടാ. അതുകൊണ്ട് പറഞ്ഞോ, പൈപ്പുകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന സ്വർണം എവിടെ? ഞാനങ്ങ് തിന്നു. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കുടിച്ചു. വേദനയ്ക്കിടയിലും മണിക്കുട്ടൻ തിമിട്ടി. ട്രെയിൻ കയറി ചത്താലും നീയൊക്കെ കൊന്നാലും എനിക്ക് പുല്ല. എൻ്റെ നാവിൽ നിന്ന് ഒരക്ഷരം പോലും നിനക്കൊന്നും കിട്ടില്ല. പക്ഷെ നീയൊക്കെ ഭയക്കണം. കാരണം അവൻ വരും. കാളി, നീയൊന്നും ഇനിയുള്ള കാലം സ്വസ്ഥമായി ഉറങ്ങാൻ പോകുന്നില്ല. ഓർത്തോട നായ്ക്കളെ. സകലരും ഒരു മാത്രം ഞെട്ടി ചുറ്റും നോക്കിപ്പോയി. മണിക്കുട്ടൻ ചിരിച്ചു. കണ്ടോടാ, അവൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നീയൊക്കെ ഭയന്നു. അപ്പോൾ അവൻ നേരിൽ വരുമ്പോഴോ? അകലെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുളിൻ്റെ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് ഏതോ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് അവ്യക്തമായി കേട്ടു. കുരങ്ങേ! അടയാളം പോലെ പെടരായിഡു വിളിച്ചു. അതിൻ്റെ അർത്ഥം അയാൾ മനസ്സിലാക്കി. സാബ്! കുരങ്ങ് പല്ലുകൾ കടിച്ചു ചിരിച്ചു. ഇന്നുവരെ ആരും കൊടുക്കാത്ത ഒരു ശിക്ഷ ഇവന് കൊടുക്കുകയെ നമ്മൾ. ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാല് തുപ്പിയിട്ടായാലും ഇവൻ്റെ നാവിൻ്റെ കെട്ടഴിയും. സാബ് കാതോർത്തോ, ഇവൻ എല്ലാം പറയാൻ പോവുകയാണ്. അയാൾ റെയിൽവേ ട്രാക്കിൽ നിരത്തിയിരുന്ന 2 ഇഞ്ച് വലുപ്പമുള്ള മെറ്റൽ കഷ്ണങ്ങൾ പെറുക്കി മണിക്കുട്ടൻ്റെ ശരീരത്തിൽ അടുക്കാൻ തുടങ്ങി. അധ്യായം 33. വാടാ, വന്ന് പെറുക്കിയെടുക്ക്. കുരങ്ങ് കൃഷ്ണ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി. അവരും തിടുക്കത്തിൽ മെറ്റലുകൾ പെറുക്കി മണിക്കുട്ടൻ്റെ ശരീരത്തിൽ അടുക്കി തുടങ്ങി. അരഭാഗം മുതൽ കഴുത്തുവരെ ഒരു നിരപ്പിൽ അടുക്കപ്പെട്ടു. അടുത്തതായി അവൻ്റെ നെറ്റിയിൽ, കണ്ണുകൾക്ക് മുകളിൽ ഒരു മെറ്റൽ അവൻ്റെ തൊണ്ടക്കുഴിയിൽ. മണിക്കുട്ടന് അവരുടെ ലക്ഷ്യമെന്താണെന്ന് പിടികിട്ടിയില്ല. കണ്ണുകൾ ഇറുക്കിയടച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അടുക്കിക്കോട കുരങ്ങേ, നിന്റെയൊക്കെ ഒടുക്കത്തെ അടുക്ക്. അടുത്ത നിമിഷം കുരങ്ങ് കൃഷ്ണ അവൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചു. മണിക്കുട്ടൻ വായ് തുറന്നുപോയി. കുരങ്ങ് ഒരു വലിയ മെറ്റൽ അവിടേക്കും തിരികി. ഇനി ഞങ്ങളുടെ കലാപരിപാടി കഴിഞ്ഞ് നിനക്ക് സംസാരിക്കാനുള്ള അവസരം തരാം. അതുവരെ നീ ഈ ട്രീറ്റ്മെൻറ്റ് ആസ്വദിക്കണം. ഇങ്ങനെയൊന്ന് നിനക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി കിട്ടാനും പോകുന്നില്ല. കുരങ്ങ് ക്രൂരമായി ചിരിച്ചു. അവസാനം ഇതെങ്ങനെയുണ്ടായിരുന്നെന്നും പറയണം. കേട്ടോടെ പന്ന. അയാൾ കന്നഡയിൽ ഒരു പുഴുത്ത തെറി വിളിച്ചു. പിന്നെ ചുറ്റും നോക്കി. റെയിൽവേ ലൈനിനരികിൽ നേരത്തെ പാളം ഉറപ്പിച്ചിരുന്ന തേക്കിൻ പാളികൾ അടുക്കി വച്ചിരിക്കുന്നത് കണ്ടു.
അതിൽ ഒരെണ്ണമിങ്ങ് എടുത്തോണ്ട് പാടാ. കൽപ്പന കിട്ടിയതും അനുചരർ ഒരു തടി താങ്ങിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും ഒലവക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു തവണ കൂടി അനൗൺസ്മെന്റ് കേട്ടു. തടി ഇവന്റെ പുറത്തു വയ്ക്ക്. കുരങ്ങിന്റെ അടുത്ത നിർദ്ദേശം. സബാഷ്. എല്ലാം കണ്ടിരുന്ന പെഡരായിഡു ഉല്ലാസവാനായി കൈയടിച്ചു. ഇത്രയും രസകരമായ ഒരു രംഗം ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അവർ തടിക്കഷ്ണം മണിക്കുട്ടിന്റെ മേൽ മെറ്റലിന് മീതെ വെച്ചു. തടിയുടെ ഭാരത്താൽ തന്റെ തൊണ്ടക്കുഴിയിലും കണ്ണുകൾക്ക് മുകളിലും ഇരിക്കുന്ന കൂർത്ത മെറ്റലുകൾ തുളഞ്ഞിറങ്ങുന്നതുപോലെ മണിക്കുട്ടിന് തോന്നി. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അവന്റെ പല്ലുകൾ മെറ്റലിൽ മുറുകി. സാബിന് വേണമെങ്കിൽ ഈ തടിപ്പുറത്ത് കയറിയൊന്ന് നിൽക്കാം. അസ്ഥികൾ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. നല്ല രസമായിരിക്കും. കുരങ്ങ് പെഡരായിഡുവിനെ നോക്കി. അത് കേട്ട മണിക്കുട്ടൻ വല്ലാതെ കിടുങ്ങി. ഇതിലും വലിയൊരു സമ്മാനം ആ കാളിക്ക് കൊടുക്കാനില്ല സർ, കുരങ്ങ് വീണ്ടും പറഞ്ഞു. അമർത്തി മൂളിക്കൊണ്ട് പെഡരായിഡു എഴുന്നേറ്റു. അയാൾ ഒരു കാൽ തടിക്കഷ്ണത്തിന് പുറത്തേക്ക് വെച്ചു. അടുത്ത സെക്കൻഡ് ഒരു വാഹനത്തിന്റെ വെളിച്ചം വല വീശുന്നതുപോലെ ചുറ്റിത്തിരിഞ്ഞു വന്നു. എല്ലാവരും തല തിരിച്ചു. തങ്ങളുടെ SUV കിടക്കുന്നതിന് നേരെയാണ് വാഹനത്തിന്റെ വരവെന്ന് അവർ തിരിച്ചറിഞ്ഞു. കുരങ്ങേ, മുന്നറിയിപ്പ് പോലെ പെഡരായിഡു വിളിച്ചു. കുരങ്ങിന് മറുപടി പറയാൻ കഴിയും മുൻപ് ഒരു വാഹനം SUVക്കരികിൽ ബ്രേക്കിട്ടു. കണ്ണടയുന്നതുപോലെ അതിന്റെ ലൈറ്റുകൾ കെട്ടു. ഒപ്പം ഒരു നായയുടെ കുര. ഇത് അവന്മാരുടെ വണ്ടി തന്നെയാ. കാളിയുടെ ശബ്ദം. അടുത്ത നിമിഷം ഏതാനും പേർ കുതിച്ചു ചാടുന്നത് അവ്യക്തമായി കണ്ടു. ഒരുത്തനെ വിടരുത്, പെഡരായിഡുവിന്റെ ആജ്ഞ. ആ സംഘം ആഗതർക്ക് നേരെ കുതിച്ചു. മുന്നിൽ വന്ന ഒരുവന്റെ നെഞ്ചിനും കഴുത്തിനും ഇടയിൽ കാളിച്ചരൻ ഒറ്റയിടി. പിന്നെ അയാളുടെ തല പിടിച്ച് SUVയുടെ ഹെഡ്ലൈറ്റിൽ ചേർത്തിടിച്ചു. അയാളുടെ അലർച്ചയും ചില്ലുടയുന്ന ശബ്ദവും റെയിൽവേ ട്രാക്കിനെ വിറപ്പിച്ചു. മങ്ങിയ വെളിച്ചത്തിൽ ചുറ്റും നോക്കിക്കൊണ്ട് പെഡരായിഡു റിവോൾവർ വലിച്ചെടുത്തു വെട്ടിത്തിരിഞ്ഞു. സ്റ്റോപ്പ്, അവൻ പറഞ്ഞു നിർത്തും മുൻപ് മഹിപാൽ യാദവിന്റെ ഇരുണ്ട രൂപം പറന്നുയർന്നു. കൊടുവാൾ പോലെ കാൽപ്പത്തി അവന്റെ കവിളിൽ പടക്കം പൊട്ടുന്ന ഒച്ച തീർത്തു. ചുഴലിയിൽ അകപ്പെട്ടതുപോലെ പെഡരായിഡു വട്ടം കറങ്ങി. അവന്റെ കയ്യിൽ നിന്നും റിവോൾവർ പിടിവിട്ടുപോയി. അമർത്തിയ ആർത്തനാദത്തോടെ അവൻ ഉരുക്കുപാളത്തിൽ തലയടിച്ചു വീണു. വെള്ളയനും മുന്നിൽ ആരെന്നും നോക്കാതെ അടിച്ചു കയറുകയാണ്. ചീറ്റ കിട്ടിയവരെയൊക്കെ കടിച്ചു കീറി. പുലി ഇരയെ പിടിച്ച് കുടയുന്നതുപോലെ. യുദ്ധസമാനമായ അന്തരീക്ഷം. അട്ടഹാസങ്ങളും രോദനങ്ങളും. പെഡരായിഡുവിന്റെയും കുരങ്ങിന്റെയും സംഘങ്ങൾ പതറിപ്പോയി. കാളിയും പെഡരായിഡുവും മുഖാമുഖം വന്നു. നിന്നെ ഇങ്ങനെ കിട്ടുന്ന ഒരു നിമിഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നടാ. കിതച്ചുകൊണ്ട് കാളിച്ചരൻ അവന്റെ മേൽ ചാടി വീണു. പെഡരായിഡുവും ഒരു ചീറ്റപ്പുലിയായി. ഒറ്റയടിക്ക് കാളി ഒരു വശത്തേക്ക് വെച്ചു. ആ നിമിഷം ശത്രുവിന്റെ ശക്തി കാളി തിരിച്ചറിഞ്ഞു. അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പെഡരായിഡു കാൽ തട്ടി പാളത്തിലേക്ക് വീഴ്ത്തി. അപ്പോഴും പിടിവിട്ടില്ല. തുടരെ കാളിയുടെ നെഞ്ചത്ത് 4-5 വായിൽ ചോരയുടെ രുചി കാളിക്കുണ്ടായി. അവൻ കൈകൾ കൊണ്ട് ചുറ്റും പരതി. കയ്യിൽ ഒരു മെറ്റൽ തടഞ്ഞു. അതെടുത്തതും പെഡരായിഡുവിന്റെ മുഖം ചേർത്ത് ഒറ്റയടി. അപ്പാ! പെഡരായിഡു അലറിപ്പോയി. കാളിയിലെ പിടിയയഞ്ഞു. ആ നിമിഷം കാളി കാലുയർത്തി അയാളുടെ നെഞ്ചിൽ ചവിട്ടി. പെഡരായിഡു പിന്നോട്ട് മലച്ചു. കാളി അവന്റെ പുറത്തേക്ക് ചാടി വീണു. മെറ്റൽ കൊണ്ട് അവന്റെ മൂക്കും മേൽചുണ്ടും ചേർത്ത് തുരുതുരെ ഇടിച്ചു. ഞങ്ങളെ ദ്രോഹിച്ചതൊന്നും പോരാഞ്ഞിട്ട് ഇത് ഇരുന്നു വാങ്ങാൻ നീ പിന്നെയും പുറകെ വന്നു. ഇനി നിന്റെ മടക്കയാത്ര ശവമായിട്ട് മതി. കാളിച്ചരൻ ഇടി തുടർന്നു. നിലവിളിക്കാൻ പോലും കഴിയുന്നില്ല പെഡരായിഡുവിന്. അവന്റെ മുഖം ചോരയിൽ മുങ്ങി. വെള്ളയൻ അപ്പോഴേക്കും തടിക്കഷ്ണം ചവിട്ടിമറിച്ചിട്ട് മണിക്കുട്ടന്റെ ശരീരത്തിലെ മെറ്റൽ നീക്കി. അവന്റെ കെട്ടുകൾ അറുത്തു. പാളത്തിൽ എഴുന്നേറ്റിരുന്ന മണിക്കുട്ടൻ ശ്വാസം വലിച്ചുവിട്ടു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഷൊർണൂർ ഭാഗത്തു നിന്ന് ഒരു ട്രെയിൻ വന്നു നിൽക്കുന്നത് അവർ കണ്ടു. അതിന്റെ വെളിച്ചം ഒരു കുഴൽ പോലെ നീണ്ടുവന്നു. കുരങ്ങ് കൃഷ്ണയെ ആക്രമിക്കുകയായിരുന്നു അപ്പോൾ മഹിപാൽ യാദവ്. മണിക്കുട്ടൻ ചാടി എഴുന്നേറ്റു. പിന്നെ മിന്നൽ വേഗത്തിൽ പെഡരായിഡുവിന്റെ SUവിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്തു. ആർക്കും ഒന്നും പിടികിട്ടിയില്ല. അതിന്റെ ഒറ്റക്കണ്ണ് തെളിഞ്ഞു. മാറി നിൽക്കുകാളി, വിളിച്ചു പറഞ്ഞുകൊണ്ട് മണിക്കുട്ടൻ SUV മുന്നോട്ടെടുത്തു. എടുത്തു ചാടും പോലെ അതിന്റെ മുൻചക്രങ്ങൾ ആദ്യത്തെ പാളം കടന്ന് അപ്പുറത്തെ പാളത്തിൽ ഇടിച്ചു നിന്നു. എൻജിൻ ഓഫ് ചെയ്ത് ലൈറ്റ് അണച്ചിട്ട് മണിക്കുട്ടൻ ചാടിയിറങ്ങി. മഹിപാൽ സാറേ, ഈ പുല്ലന്മാര് എന്നോട് ചെയ്തതിന് ഇപ്പം തന്നെ മറുപടി കൊടുക്കണം. ആ കുരങ്ങനെ ഇങ്ങതാ. മഹിപാൽ അയാളെ മണിക്കുട്ടന് നേർക്ക് തള്ളി. മണിക്കുട്ടൻ തന്നെ കെട്ടിയിരുന്ന കയറിൻ കഷ്ണങ്ങൾ എടുത്ത് കുരങ്ങിന്റെ കഴുത്തിൽ ചുറ്റി. അയാളെ SUവിയിലേക്ക് വലിച്ചിഴച്ച് ബോഡിയിലേക്ക് ചേർത്തു. ശേഷം കാൽമുട്ട് മടക്കി അയാളുടെ അടിവയറ്റിൽ ആഞ്ഞാഞ്ഞിടിച്ചു. ശ്വാസം വിലങ്ങിയതുപോലെ കുരങ്ങ് വായ് പിളർന്നു. ശബ്ദം പുറത്തു വന്നില്ല. മണിക്കുട്ടൻ അയാളെ SUവിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മറിച്ചു. തന്നെ കെട്ടിയിട്ട കയറിൻ കഷ്ണങ്ങൾ കൊണ്ട് തന്നെ
അയാളുടെ കൈകൾ സ്റ്റിയറിംഗ് വീലിൽ ചേർത്ത് കെട്ടി. ഇനി നിനക്ക് അങ്ങേ ലോകത്ത് പോയി ഡ്രൈവ് ചെയ്യാം. ഒലവക്കോട് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടുകഴിഞ്ഞു. റെയിൽപാളങ്ങൾ ഞെരിയുന്ന ഒച്ച. കാളി, മതി കേട്ടോ, മഹിപാൽ വിളിച്ചു പറഞ്ഞു. പെഡരായിഡുവിനെ വിട്ട് കാളിച്ചരൻ ഓടിമാറി. എന്നെ രക്ഷിക്ക് സാബ്, വിലപിച്ചുകൊണ്ട് കുരങ്ങ് കൃഷ്ണ രക്ഷപ്പെടാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ട്രെയിൻ പെഡരായിഡുവും കുരങ്ങും കണ്ടു. പെഡരായിഡു വല്ലവിധേനയും അവിടെ നിന്ന് വേച്ചു മാറി. ഗുണ്ടകൾ ചിതറിയോടി. കറുത്ത ഭീമൻ പാമ്പിനെ പോലെ കണ്ണുകളിൽ തീ തുപ്പി ട്രെയിൻ പാഞ്ഞെത്തി. ഒറ്റ നിമിഷം പ്രപഞ്ചം പിളരുന്നതുപോലെ ഒരു ഇടിശബ്ദം. ട്രെയിൻ എസ് യു വി ഒരു പാട്ടക്കഷ്ണം കണക്കെ തെറിച്ച് പാളത്തിലേക്ക് തന്നെ വീണു. തീപ്പൊരികൾ ചിതറി. കുരങ്ങിന്റെ നിലവിളി ആ ഒച്ചയ്ക്കിടയിൽ മുറിഞ്ഞു. മിന്നൽ വേഗത്തിൽ ട്രെയിൻ വീണ്ടും SUV-യിലിടിച്ചു. തകരപാത്രം കണക്കെ അത് ചിതറിപ്പറന്നു. കുറച്ചു ഭാഗങ്ങൾ പാളത്തിൽ ഉരച്ചുകൊണ്ട് ട്രെയിൻ നീങ്ങി. വേഗം വാ, മഹിപാൽ തിടുക്കം കൂട്ടി. മറ്റുള്ളവർ ബൊലീറോയിലേക്ക് ഓടിക്കയറി. ചീറ്റ എപ്പോഴേ വാസുകിക്കരികിലെത്തി സീറ്റിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. ഈ സംഘട്ടനങ്ങളിലൊന്നും വാസുകി പങ്കെടുത്തിരുന്നില്ല. അതിൻ്റെ കാര്യവും കാളിക്ക് പിടികിട്ടിയില്ല. ട്രെയിനിൻ്റെ വേഗത കുറയുന്നത് കണ്ടു. അത് നിർത്താൻ പോവുകയാ. നമ്മളെ ആരും കാണാൻ പാടില്ല, മഹിപാൽ വിളിച്ചു പറഞ്ഞു. കാളീച്ചരൻ ബൊലീറോ സ്റ്റാർട്ട് ചെയ്തു. അതിവേഗത്തിൽ അത് പിന്നോട്ടെടുത്തു. തിരിച്ച് വന്ന വഴിയെ മടങ്ങി. ഹോട്ടൽ ഷൈൻസിൽ മറ്റുള്ളവർ ഉദ്വേഗത്തോടെ കാത്തിരിക്കുകയായിരുന്നു. മണിക്കുട്ടിനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അപൂർവയ്ക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ. വിഷുജാല അവളെ ഒന്ന് തോണ്ടി. നമ്മൾ ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ചീറ്റയോടാ. ആദ്യമായി മഹിപാൽ പട്ടിയുടെ പുറത്ത് തടവി. അവൻ സ്നേഹത്തിൻ്റെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അപ്പോൾ എനിക്ക് നന്ദിയില്ലേ സർ? വാസുകി മുഖമുയർത്തി. 2 ജീവികൾക്ക് ഒന്നിച്ചെങ്ങനെ പറയുമെന്നോർത്ത മഹിപാൽ പൊട്ടിച്ചിരിച്ചു. മറ്റുള്ളവരും അതിൽ പങ്കുചേർന്നു. ഇനിയും ഞങ്ങളുടെ ആവശ്യം വന്നേക്കും. അപ്പോൾ ഞാനിതിന് മറുപടി പറഞ്ഞോളാം. വാസുകി കുറുമ്പോടെ മഹിപാലിനെ നോക്കി. അയാളുടെ മുഖം പൊടുന്നനെ ഗൗരവത്തിലായി. നമ്മൾ ഇനി ഇവിടെ തങ്ങുന്നത് ഒട്ടും ശരിയല്ല. ഞാനും ഇത് പറയാൻ ഭാവിക്കുകയായിരുന്നു സർ, കാളിയും പറഞ്ഞു. അപ്പോൾ തന്നെ റൂമുകൾ വെക്കേറ്റ് ചെയ്ത് അവർ ഇറങ്ങി. വാസുകിയുടെയും മഹിപാലിൻ്റെയും വാഹനങ്ങൾ സ്റ്റാർട്ടായി. ഇത്തവണ വാസുകിയും ചീറ്റയും മഹിപാലും വെള്ളയനും മണിക്കുട്ടനുമൊപ്പം ജീപ്പിലായിരുന്നു. അടുത്ത ദിവസം കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ICU-വിൽ കയറിയാണ് കലിംഗറാവു മകനെ കണ്ടത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം പെഡരായിഡുവിൻ്റെ മുഖത്ത് ബാൻഡേജുകളും സ്റ്റിച്ചുകളും ഉണ്ടായിരുന്നു. ബാൻഡേജുകൾക്കിടയിലൂടെ അവൻ്റെ ഒരു കണ്ണ് കലിംഗറാവു കണ്ടു. അയാൾ മകൻ്റെ കൈപ്പത്തിയിൽ ഒന്ന് പിടിച്ചു. ആരാടാ നിന്നോടിത് ചെയ്തത്? പറ, ആ കാളിയാണോ? അവനെ കൊന്നിട്ടേ ഇനി നമ്മൾ തമ്മിൽ കാണൂ. കലിംഗറാവുവിന് വിഷമവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി. തൻ്റെ മകനെ ഈ രൂപത്തിൽ കാണുന്നത് സ്വപ്നമാണെന്ന് പോലും അയാൾക്ക് തോന്നി. കോളാറിലെ രാജാവിൻ്റെ മകൻ. കലിംഗറാവുവിൻ്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. പെഡരായിഡുവിൻ്റെ ബാൻഡേജ് ചെയ്ത മുഖത്ത് വായുടെ ഭാഗത്തു നിന്ന് ഒരു വികൃത ശബ്ദമുയർന്നു. ഒരു പക്ഷി ജലിക്കുന്നത് പോലെയായിരുന്നു അത്. അവൻ തന്നെ, കാളി. അപ്പാ, അവനെ ഒന്നും ചെയ്യണ്ട, എനിക്ക് വേണം. കൊതി തീരുവോളം പീഡിപ്പിച്ചു കൊല്ലാൻ. സങ്കടം സഹിക്കാൻ വയ്യാതെ കലിംഗറാവു കർച്ചീഫെടുത്ത് കണ്ണുകളൊപ്പി. ശരി, കൊല്ലണം അവനെ. എത്ര പീഡിപ്പിക്കാമോ അത്രയും ചെയ്തിട്ട്. അവനെ മാത്രമല്ല, അവൻ്റെ കുടുംബത്തെ മുഴുവൻ, അവനുമായി ബന്ധമുള്ള സകല എണ്ണത്തിനെയും. പെഡരായിഡുവിനെ കലിംഗറാവു ആശ്വസിപ്പിച്ചു. അവൻ വളരെ ബുദ്ധിമുട്ടി കൈ ഉയർത്തി അയാളുടെ വിരലുകളിൽ പിടിച്ചു. അയാൾ പറഞ്ഞത് ഉറപ്പിച്ചിട്ടെന്ന പോലെ. ട്രെയിനിൻ്റെ ഇടിയേറ്റ് ചിതറിപ്പോയ ജീപ്പ് കർണാടക രജിസ്ട്രേഷനാണെന്നും വെഹിക്കിൾ ഉടമ കലിംഗറാവു ആണെന്നും റെയിൽവേ പോലീസ് തിരിച്ചറിഞ്ഞു. എന്നാൽ അതിലുണ്ടായിരുന്ന ചിതറിപ്പോയ മനുഷ്യൻ ആരെന്ന് അവർ അറിഞ്ഞില്ല. എല്ലാം കറങ്ങിത്തിരിഞ്ഞ് തന്നിലേക്ക് തന്നെ വരുമെന്ന് കലിംഗറാവുവിന് പക്ഷെ അറിയാമായിരുന്നു. അതുകൊണ്ട് വിവരമറിഞ്ഞ നിമിഷത്തിൽ തന്നെ കലിംഗറാവു IG അപ്പാജി റാവുവിനെ വിളിച്ചു. തലേന്നത്തെ ഡേറ്റിൽ തൻ്റെ SUV മോഷണം പോയതായി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചു. കോളാർ SP മഹിപാൽ യാദവ് കാളിചരണൻ്റെ ഒപ്പമുണ്ടെന്നറിഞ്ഞപ്പോൾ അപ്പാജി റാവുവിൻ്റെ ഞരമ്പുകളിൽ ചോരയോട്ടത്തിന് വേഗത വർദ്ധിച്ചു. ധിക്കാരി, ഒരിക്കൽ പോലും അവൻ തന്നെ അനുസരിച്ചിട്ടില്ല. എന്തു വില കൊടുത്തും അവനെ അകത്താക്കണം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അത് അപ്പാജി റാവുവിൻ്റെ തീരുമാനമായിരുന്നു. അയാൾ അന്ന് തന്നെ MLA രാജ് റുലാനിയെയും MP മുത്തുമാണിക്യത്തെയും കോളാർ ഗസ്റ്റ് ഹൗസിൽ പോയി കണ്ടു. വിവരം കേട്ടപ്പോൾ MLAയ്ക്കും MP-ക്കും സന്തോഷം. കോളാറിൽ അവന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പല അവന്മാരുമുണ്ട്. എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം അവന് കിട്ടുന്ന ശിക്ഷ, രാജ് റുലാനി പറഞ്ഞു. അതെ, മുത്തുമാണിക്യം തുടർന്നു.
അടുത്ത ഇലക്ഷന് കലിംഗറാവു പണമെറിഞ്ഞു തന്ന് സഹായിക്കണമെങ്കിലും നമ്മളങ്ങനെ ചെയ്തേ പറ്റൂ. രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത വിധത്തിലായിരിക്കണം അവനിൽ വീഴുന്ന കുരുക്കുകൾ. അതിപ്പോൾ അപ്പാജി റാവു ചിരിച്ചു. എത്രയാളുകൾ കണ്ടതാണ് അവൻ തിമ്മക്കിയുടെ ബംഗ്ലാവ് തകർക്കുന്നതും അവരുടെ മകനെ കൊലപ്പെടുത്തുന്നതും. അതുമാത്രം മതിയല്ലോ സർ. അത് മതി. രാജ് റുലാനി തലയാട്ടി. പക്ഷേ അവർ കണ്ടതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. എത്ര പേരുടെ സാക്ഷിമൊഴികളും സ്റ്റേറ്റ്മെൻറ്റും എടുത്തിട്ടുണ്ട് താൻ? ആ ചോദ്യത്തിനു മുൻപിൽ അപ്പാജി റാവു ഒന്ന് പരിങ്ങി. 10ഓളം JCB ഡ്രൈവർമാരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അവരെല്ലാം കോടതിയിൽ എല്ലാം തുറന്നു പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ? മുത്തുമാണിക്യം നെറ്റിച്ചുളിച്ചു. ഞാനൊന്ന് അന്വേഷിക്കാം സർ. വേഗം വേണം. അതിനുശേഷം ഞങ്ങളുമായി ആലോചിക്കാതെ ഒന്നും ചെയ്യുകയുമരുത്. ഇല്ല സർ. തിടുക്കത്തിൽ അപ്പാജി റാവു യാത്ര പറഞ്ഞു മടങ്ങി. ഓഫീസിലെത്തിയ ഉടൻ SP യാസിർ അഹമ്മദ് തൻ്റെ മുന്നിലെത്താൻ നിർദ്ദേശിച്ചു. സ്വർണ്ണ പൈപ്പുകൾക്ക് പിന്നാലെ പോയ യാസിർ കോളാറിൽ മടങ്ങിയെത്തിയിരുന്നു. സർ. അയാൾ കടന്നുവന്ന IG-ക്ക് സല്യൂട്ട് നൽകി. താനിരിക്ക്. അപ്പാജി റാവു കസേരയിലേക്ക് കൈ ചൂണ്ടി. താങ്ക് യു സർ. യാസിർ ഇരുന്നു. മഹിപാലിൻ്റെ ഫയൽ അയാളെ ഏൽപ്പിച്ച ശേഷം IG കാര്യം ചുരുക്കി പറഞ്ഞു. ഇന്ന് തന്നെ എനിക്ക് റിപ്പോർട്ട് വേണം സർ. യാസിർ അഹമ്മദ് പോയി. വൈകിട്ട് അയാൾ IG-ക്ക് മുന്നിൽ മടങ്ങിയെത്തി. എൻക്വയറി എന്തുവരെയായി യാസിർ? അപ്പാജി റാവു ആകാംക്ഷയോടെ തിരക്കി. സോറി സർ. ആ മറുപടി IG-യെ അമ്പരിപ്പിച്ചു. വാട്ട് യു മീൻ? ജാമ്യത്തിൽ കഴിയുന്ന JCB ഡ്രൈവർമാരെ ഞാൻ നേരിൽ കണ്ടു. പക്ഷേ അവർ പറയുന്നു ആ ജോലി അവരെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണെന്ന്. രുദ്രേഷ് ഗൗഡ. അപ്പാജി റാവുവിൻ്റെ വായ് പിളർന്നുപോയി. മരിച്ചുപോയ രുദ്രേഷ് ഗൗഡയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. ഡ്രൈവർമാർ മനഃപൂർവ്വം കളിക്കുകയാണ്. ദൃക്സാക്ഷികൾ 100 കണക്കിനുണ്ടല്ലോ. അവരോ? മഹിപാലിനെ അവിടെ കണ്ടിട്ടില്ലെന്നും രുദ്രേഷ് ഗൗഡ അവിടെ തന്നെ നിന്ന് നേതൃത്വം കൊടുത്താണ് ബംഗ്ലാവ് പൊളിപ്പിച്ചതെന്നുമാ അവരും പറയുന്നത്. ശിരസിൽ ഒരു താടനമേറ്റതുപോലെ തോന്നി അപ്പാജി റാവുവിന്. എവിടെയൊക്കെയോ കരുനീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അയാൾക്കുറപ്പായി മഹിപാലിനെ രക്ഷിക്കാൻ. പക്ഷേ ആര്? നിഴൽ പോലെ ഒരു അവ്യക്ത രൂപം IG-യുടെ കണ്ണുകളിൽ പിടഞ്ഞു. അടുത്ത ഭാഗം നാളെ.